പാസ്റ്റർ സജി ജോർജ് മെസ്സേജുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഞാൻ അയച്ച് നമ്മുടെ പല ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിൽ ഉള്ളവർ നിങ്ങളത് ചെക്ക് മറ്റേ ഗ്രൂപ്പിൽ കൂടെ കയറേണ്ട കാര്യമില്ല. 2 ഗ്രൂപ്പ് ചർച്ച് ഗ്രൂപ്പിൽ വരുന്നത് തന്നെയാണ് അപ്പുറത്തും വരുന്നത്. ചർച്ച് ഗ്രൂപ്പിനകത്ത് ബർത്ത്ഡേകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് മറ്റൊരു ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുക. കേൾക്കട്ടെ, ആൾക്കാർ കേൾക്കട്ടെ, മെസ്സേജുകൾ കേൾക്കട്ടെ, ആളുകൾ പഠിക്കട്ടെ. സമയമുള്ളപ്പോൾ ആൾക്കാർ ഇത് കേൾക്കട്ടെ. വെറുതെ കുറെ ചവറ് കേൾക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് കൃത്യമായ രീതിയിൽ ദൈവവചനത്തിന്റെ റൂട്ട് പഠിച്ചു വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് വീണ്ടും ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ട് സെക്ഷൻ അല്ലേ, 2 സെക്ഷനിലൂടെ നമ്മൾ നീതിയുടെ വചനത്തിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ. നീതിയുടെ വചനത്തിൽ നിന്നാണ് നമ്മൾ രോഗശാന്തിയിലേക്ക് പ്രവേശിച്ചത്, ഡിവൈൻ ഹീലിംഗിലേക്ക് പ്രവേശിച്ചത്. ഡിവൈൻ ഹീലിംഗിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഒന്നും കൂടെ ബേസ് ആയിട്ട് നമ്മുടെ സ്പിരിറ്റിലേക്ക് വന്നു. നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കൊരു ബോഡി ഉണ്ട്, നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്. 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 സെക്ഷനിൽ അല്പമായിട്ട് നമ്മൾ കണ്ടു. ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് ഒരു ശരീരമുള്ളതുപോലെ നമുക്ക് സ്പിരിച്വൽ വേൾഡുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം നമുക്കൊരു സ്പിരിറ്റിനെ തന്നിട്ടുണ്ട്. ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മുടെ അമ്മ മുതൽ അടുത്തത് അപ്പൻ മുതൽ നമ്മുടെ അച്ചാച്ചന്മാർ ആന്റിമാരും ഒക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു തന്ന് പാപ്പ മാമു മീമി ഒക്കെ വന്ന് മേടിച്ചു തന്ന് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ കുട്ടപ്പനായിട്ട് വളർത്തി വന്നതുപോലെ നമ്മുടെ സ്പിരിറ്റിനെ വളർത്താത്തത് കൊണ്ടാണ് നമുക്ക് സ്പിരിച്വൽ വേൾഡിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്. ഞാനൊന്നും കൂടെ പറയുന്നു, നാട്ടുകാരെല്ലാരും കൂടെ നമ്മുടെ ശരീരത്തെ വളർത്തി, പക്ഷെ നമ്മുടെ ആത്മാവിനെ വളർത്താൻ ആരും ഉണ്ടായില്ല. ആത്മാവിന് ഇങ്ങനെ വളർച്ചയുണ്ടെന്നോ ഇങ്ങനൊരു സാധനം അകത്തുണ്ടെന്നോ, ഇത് വളർന്നാൽ നമുക്ക് ഈ ശരീരം വളർന്നപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തതുപോലെ നമ്മുടെ സ്പിരിറ്റും വളർന്നാൽ കണ്ടമാനം വസ്തുതകൾ ദൈവത്തിലൂടെ ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യം ജനഹൃദയങ്ങളിലേക്ക് പകുത്തു കൊടുത്ത് അവരെ ആ തലത്തിൽ വളർത്താൻ ശ്രമിക്കാതിരുന്നുകൊണ്ട് പലരുടെയും ആത്മാവിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൊമാലിയയിലുള്ള ഗ്രഹിണി പിടിച്ച പിള്ളേരെ പോലെയാണ് പലരുടെയും ആത്മാവിരിക്കുന്നത്. കാരണം അതിനൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തത് മൊത്തം ശരീരത്തിനാണ്, കൊടുത്തത് മൊത്തം അച്ചാച്ചനും അമ്മാമ്മയ്ക്കും ചാച്ചനും ചാച്ചിക്കും ഒക്കെ കൊടുത്തു. ഇനി ആത്മീയ മീറ്റിങ്ങുകളോ, ആ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ സ്പിരിറ്റ് ഒന്നും കിട്ടുന്നില്ല. സ്പിരിറ്റ് അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കിട്ടുന്നതൊക്കെ എന്തിനാ? കിട്ടുന്നതൊക്കെ നമ്മുടെ അകത്ത് കുറെ മോഹം ഉണ്ടാക്കുകയാണ്. നിന്നെ ദൈവം ഉപയോഗിക്കും, ദൈവം എന്നെ വളർത്തും, ദൈവം എന്നെ ഉഗാണ്ടയിലേക്ക് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു പോകുന്നല്ലാതെ സ്പിരിറ്റിനൊരു വളർച്ച നടന്നില്ല. സ്പിരിറ്റിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ സ്പിരിറ്റ് യേശു ക്രിസ്തുവിന്റെ നീതി നിമിത്തം ജീവനായി മാറി, സോയെ ആയി മാറി എന്ന വെളിപ്പാട് വരാതെ സ്പിരിറ്റ് വളരാൻ ആരംഭിക്കില്ല. ഓക്കെ, എന്റെ സൗണ്ട് കൂടുതലാണോ? ഇത് യോഗം കഴിഞ്ഞിട്ട് സൗണ്ട് കൂടുതലാണെന്നും പറഞ്ഞേക്കരുത്. സൗണ്ട് ഇപ്പൊ കൂടുതലാണ്, ഇപ്പൊ പറഞ്ഞ ഞാനത് മൊത്തം കട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. സൗണ്ട് കൂടുതലാണോ? കുഴപ്പമില്ലല്ലോ സൗണ്ട്? ഓക്കെ. അപ്പം സ്പിരിറ്റ് വളരണമെങ്കിൽ ആദ്യം റൈച്ചസ്നെസ്സിനെ കുറിച്ചുള്ള ബോധം വരണം. ദൈവത്തിന്റെ നീതി, നാം ദൈവത്താൽ നീതിയായി മാറി, നീതിമാനല്ല, നീതീകരിച്ചതല്ല, നാം നീതിയായി മാറി എന്ന റെവലേഷൻ വരാതെ സ്പിരിറ്റ് വളരില്ല. ബാക്കിയൊക്കെ വെറും ഒരു ഉപരിമണ്ഡലമാണ്. ഒരു മീറ്റിംഗ് കൂടുന്നു, ഒരു സന്തോഷം ഉണ്ടാകുന്നു, ഒരു ദൂത് കേൾക്കുന്നു, നമ്മൾ അനാമ്യം പറയുന്നു, എവിടെ വീട്ടിൽ ചവിട്ട് പിന്നെയും തലകുത്തി കിടന്ന് പറയുന്നു. അപ്പം ഒരിക്കലും സ്പിരിറ്റ് വളരുമില്ല. സ്പിരിറ്റ് വളരണമെങ്കിൽ റോമാലേഖനം പറയുന്നു, ആത്മാവ് നീതി നിമിത്തം. ആ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. നിങ്ങളുടെ സ്പിരിറ്റ് സൗണ്ട് കുറച്ച് കുറവാന്നോ? എന്റെ കർത്താവേ, കണ്ടോ? അപ്പം സൗണ്ട് കുറവുണ്ട്, സൗണ്ട് കൂടുതലും ഉണ്ട്. നോക്കി ഇപ്പൊ ശരിയായി നോക്കി. അപ്പം ആത്മാവ് നീതി നിമിത്തം ജീവനാണെന്നുള്ള വെളിപ്പാട് വന്നാലേ നമ്മുടെ ആത്മാവ് വളരാൻ തുടങ്ങുന്നുള്ളൂ. എന്നിട്ട് നീതിയുടെ വചനം ഭക്ഷിക്കണം. കേൾക്കുന്നുണ്ടോ? ആദ്യ വചനമല്ല, ആദ്യ വചനം വിട്ട് നീതിയുടെ വചനം ഭക്ഷിക്കുമ്പോഴാണ് സ്പിരിറ്റ് വളരുന്നത്. അങ്ങനെ സ്പിരിറ്റ് വളരുമ്പോഴാണ് തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച അവയവങ്ങളുള്ളവരായി നാം മാറുന്നത്. അപ്പോൾ നമ്മുടെ സ്പിരിറ്റിന് സെൻസ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അവയവങ്ങളിലൂടെ സെൻസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഓക്കെ, നമ്മൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് ആ വളർച്ചയാണ് നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് സ്പിരിറ്റ് വളരുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് വരാം, സ്പിരിറ്റിനെ വളർത്തുന്ന ഘടകങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇന്നലെ ദൈവശബ്ദം കേൾക്കുന്ന മേഖലകളാണ് പറഞ്ഞു വന്നത്. 4 തലത്തിലാണ് നമ്മുടെ അകത്തേക്ക് ചിന്തകൾ വരുന്നത്. അതിൽ 3 നമുക്ക് വേണ്ടാത്തതാണ്. കാർണൽ മൈൻഡ്,
പിശാച് കൊണ്ടുവരുന്നത്, ലോകം കൊണ്ടുവരുന്നത്. 3 വിധ ചിന്തകൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പക്ഷെ അതിനകത്ത് ദൈവം കൊണ്ടുവരുന്ന ചിന്തയുമായിട്ട് കൂടിക്കൊടന്ന് ആകെ ഒരു വല്ലാത്ത കുഴഞ്ഞ പരുവത്തിൽ നമ്മുടെ ചിന്താമണ്ഡലം കിടക്കുന്നു. ഇതിനെ ശുദ്ധീകരിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി അടുത്തത് നമ്മൾ കണ്ടത്, ഇന്നലെ രാത്രി കണ്ടത് 7 പ്രധാനപ്പെട്ട തലത്തിലൂടെയാണ്, 7 8 പ്രധാനപ്പെട്ട 8 സ്റ്റേജുകളിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഒന്ന് നമ്മൾ കണ്ടു, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല, നമുക്കത് ഒന്നും കൂടെ വിശകലനം ചെയ്യാനുള്ളത് കൊണ്ട് ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം വചനത്തിലൂടെ നമ്മോട് ഇടപെടും. ഇനി ചില സമയത്ത് പ്രവാചക ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവാത്മാവ് വചനത്തിലൊരു ഭാഗമെടുത്ത് പറഞ്ഞ് അതിനകത്തുകൂടെ ആ വ്യക്തികളുടെ ചരിത്രം പറഞ്ഞ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ മിഷൻ കോട്ടേഴ്സ് സ്കൂളിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലിൻസിയുടെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്നോടെ. അപ്പം ലിൻസിയുടെ കൂട്ടുകാരിയെ കൊണ്ടുവന്ന വഴിക്ക് ദൈവാത്മാവ് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിളിലെ ഏതൊരു പാർട്ട് എന്റെ മനസ്സിനകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു, ആ പാർട്ടിനകത്തുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഞാൻ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ വ്യക്തിയോട് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഞാൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞ വചനത്തിനകത്ത് പറഞ്ഞ ആ ഭാഗം അങ്ങനെ തന്നെ വീട്ടിൽ നടക്കുകയാണ്. ലിൻസി ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, മുക്കാട്ടുകരയിൽ നിന്നാന്ന് തോന്നുന്നു. അവരുടെ ജീവിതം മൊത്തം തകർന്ന് വല്ലാത്ത പ്രശ്നത്തിൽ കൂടെ കടന്ന ഒരു ഫാമിലി വന്നു. എനിക്കൊന്നും അറിയില്ല. പക്ഷെ അത് എന്റെ അകത്ത് കർത്താവ് ആ ഹിസ്റ്ററി അല്ല പറഞ്ഞത്, വേടിനകത്തൊരു ഭാഗം എന്റെ മനസ്സിൽ പറഞ്ഞിട്ട് ഇതാണ് ആ വീട്ടിൽ നടക്കുന്നത്. അത് ചോദിച്ചപ്പോൾ അങ്ങനെ. അപ്പൊ ഒന്നാമത് വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ഒന്നാമത് അറിഞ്ഞിരിക്കുക. രണ്ടാമത് ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവം നമ്മൾക്ക് ഓഡിയോ വോയിസ് സംസാരിക്കും. നമ്മളപ്പോ പല വ്യക്തികളെ കണ്ടു. പ്രധാനമായിട്ട് 4 വ്യക്തികൾ കർത്താവ് നേരിട്ട് പറഞ്ഞത്, പിന്നെ ഭൂമിയിൽ കർത്താവ് എല്ലാവരോടും സംസാരിച്ചല്ലോ. അതിനപ്പുറമായിട്ട് 4 വ്യക്തികളോട് കർത്താവ് ഇരട്ട പേര് വിളിച്ച് അബ്രഹാമേ, ശൗലേ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ കണ്ടു. ഞാൻ അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. 3, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. നമ്മളത് ദാവീദിൽ നിന്നത് നമ്മൾ കണ്ടതാണ്. ദാവീദ് പറഞ്ഞു, എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ ഇതിനെ പതുക്കെ നമ്മൾ ആദ്യം നിങ്ങളൊരു കാര്യം വിശ്വസിക്കണം, ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കണം. ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ ദൈവ ശബ്ദത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മുഖാന്തരങ്ങളെല്ലാം കട്ട് ചെയ്യണം. കേൾക്കുമുണ്ടോ നിങ്ങൾ ഇതുവരെ? ഇത് ഞാൻ ഒരിക്കൽ പണ്ട് ഇതിന്റെ ഒരു ഭാഗം ഞാൻ ചർച്ചിനകത്ത് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുളയത്തുള്ള അമ്മച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. എന്താ മക്കളെ മുളയത്തുള്ള അമ്മച്ചിയുടെ പേര്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മുളയത്തുള്ള ആലിസാൻഡി എന്ന് പറഞ്ഞ പാസ്റ്ററെ, എത്ര 50 പ്രവാചകന്മാര് മറന്നുപോയി ഞാൻ. എന്റെ കയ്യിൽ ഒരു കൂട്ടം പ്രവാചകന്മാരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന ആ ആദ്യം ചെയ്ത പരിപാടി ആ പ്രവാചകന്മാരുടെ ഫോൺ നമ്പറിൽ, നിങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ. എന്നോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആന്റി പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ ഫോൺ നമ്പർ മൊത്തം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാനും, ഇനി ഞാൻ ദൈവ ശബ്ദം കേൾക്കാൻ ഒരാളെ വിളിക്കില്ല. എന്തുകൊണ്ടായും അറിയാമോ? അന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് ആന്റിയോട് സംസാരിക്കാൻ തുടങ്ങി. സ്വത്രം കേട്ടോ. അപ്പൊ നമ്മൾ ആരിലാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമാക്കിയാൽ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ അതിനകത്ത് ഒരു 50 പേരെ ലിസ്റ്റും വെച്ചിട്ട് നമ്മൾ ഇരിക്കുക. എന്താ, കൊച്ചിന്റെ കല്യാണം വന്നാൽ ഇവിടെ ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ സ്ഥലത്ത് ചെല്ലാൻ മതി. അപ്പൊ കൊച്ചിന്റെ കല്യാണം വന്നാൽ എയെ വിളിക്കും, ഇപ്പുറത്ത് വീടിന്റെ പ്രശ്നം വന്നാൽ ബിയെ വിളിക്കും, ഇപ്പുറത്ത് എന്താ പറയുക കടഭാരം വന്നാൽ സിയെ വിളിക്കും. നമ്മളിങ്ങനെ കാറ്റഗറി തിരിച്ചു വെച്ചേക്കുകയാണ്. നോക്കിയേ, ഇതെല്ലാം പൊട്ടിച്ച് നമുക്ക് കർത്താവിന്റെ അടുക്കൽ ഇരുന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശബ്ദം കേൾക്കാം. അപ്പൊ നമ്മുടെ മനസ്സിനെ എങ്ങനെ വളർത്താമെന്ന് നമുക്ക് തൊട്ടുപാടെ പഠിക്കാം. നമ്മുടെ മനസ്സിന് ഒരു വളരേണ്ട വളർച്ച തൊട്ടുപാടെയുണ്ട്. സ്പിരിറ്റിനകത്ത് സ്പിരിറ്റ് വളരുമ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്നർ വോയിസ് നമ്മുടെ സ്പിരിറ്റിനകത്ത് കേൾക്കാം. നമ്മുടെ ഹൃദയത്തിനകത്ത് കേൾക്കാം. നമ്മുടെ ഹൃദയത്തിനകത്ത് കൃത്യമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ സ്വർഗത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ വാക്യമാണ് ഇന്നലെ അവസാനമായി സ്വപ്നത്തെ കുറിച്ചുള്ള വാക്യം വായിച്ചല്ലേ? ഓക്കെ, നിങ്ങൾ ആ വാക്യത്തിൽ നിന്ന് നിങ്ങൾ ആ സങ്കീർത്തനത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് ഇന്നലെ ഞാൻ രാത്രി മീറ്റിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വിടുകയായിരുന്നു. ആ വാക്യം ഒന്ന് വായിച്ച് 8ാം വാക്യം, 27ാം സങ്കീർത്തനം 8ാം വാക്യം ഒന്ന് വായിച്ചേ. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. അടുത്തത്, യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. കൊണ്ടു ഇവിടെ സങ്കീർത്തനക്കാരായ ദാവീദും പറയുകയാണ്, ഒരു വലിയ പ്രതിസന്ധി അവന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ അവന്റെ മാംസം തിന്നുവാൻ അവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്.
ഒരു വലിയ യുദ്ധത്തിന്റെ മടുവിലാണ് അവൻ. പക്ഷേ ആ യുദ്ധത്തിന്റെ മടുവിൽ അവൻ യഹോവയുടെ മനോഹരത്വം കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ദൈവത്തോട് ഒന്നു മാത്രം കർത്താവ്, എനിക്കും നിന്റെ ഗ്ലോറി മതി. കണ്ടോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വലിയ കെടുതികളുടെ മടുവിൽ അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഒറ്റക്കാര്യം, കർത്താവെ നിന്റെ മഹത്വം കാണിക്കണം. ഇമ്മൽ പറഞ്ഞില്ലേ, കർത്താവെ നിന്റെ തേജസ് കാണണം, നിന്റെ മഹത്വം കാണണം, എനിക്ക് നിന്നിൽ നിന്ന് മറുപടി കിട്ടണം. അങ്ങനെ ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം, ശ്രദ്ധിച്ച് കേൾക്കണം, സ്വർഗത്തിലിരിക്കുന്ന ദൈവം നിന്റെ മനോഭാവം കണ്ടാൽ ഉടൻ അറ്റൻഷൻ ആവും, ഉടൻ നിന്നിലേക്ക് തന്റെ ശ്രദ്ധ തിരിക്കും. എന്താ ദാവീദ് പ്രാർത്ഥിച്ചത്? കർത്താവേ, എന്റെ ചുറ്റും ആളുകൾ എന്നെ കൊല്ലാൻ വരിക, എന്റെ വീട്, നിങ്ങളുടെ വിഷയം, എന്റെ വീട് മൊത്തം തകരുകയാണ്, എന്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്, ഭർത്താവ് പ്രശ്നം, ഭാര്യ പ്രശ്നം, മക്കൾ പ്രശ്നം, സാമ്പത്തികം, ശാരീരികം, കൊറോണ പ്രശ്നം. കണ്ടോ ഇപ്പൊ എന്തോ ബ്ലാക്ക് ഫംഗസ് അല്ലേ? ബ്ലാക്ക് ഫംഗസ്. നമ്മുടെ ചുറ്റും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം വരുമ്പോൾ പറയാൻ ആളുണ്ടോ? കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ മനോഹരത്വം കണ്ടാ മതി, ഞങ്ങൾക്ക് നിന്റെ ഇതിനെയൊന്നും കണ്ട് പേടിക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഉടനെ സെക്കൻഡിൽ ദൈവത്തിൽ നിന്ന് നിന്നോടുള്ള ശബ്ദം മുഴങ്ങും. സ്വർഗം നിനക്ക് വേണ്ടി ആക്റ്റീവ് ആകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 10,000-കണക്കിന് വസ്തുതകൾ ഒരു സെക്കൻഡിൽ മടക്കുന്ന സ്വർഗം, ഒരു നാനോ സെക്കൻഡിൽ 1000-കണക്കിന് വസ്തുതകൾ മടക്കുന്ന സ്വർഗത്തിൽ ഉടൻ ദൈവം പറയുകയാണ്, എന്റെ മുഖം അന്വേഷിക്കുക. നിന്റെ ഏത് അവസ്ഥയിലും നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. അത് നിന്റെ ഹൃദയത്തിൽ പറയും, നിന്റെ ഹൃദയത്തിലെ ശബ്ദം കേൾക്കാം. പക്ഷെ ആദ്യത്തെ തലം നിന്റെ അകത്ത് നീ ചെയ്യണം. എന്താ ആദ്യത്തെ തലം? നീ പ്രശ്നത്തിന്റെ മടുവിൽ കിടന്ന് വട്ടം കറക്കരുത്, നിന്നെ ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പൊ നിന്റെ ഹൃദയം സംസാരിക്കാൻ തുടങ്ങും. പോട്ടെ, ഞാൻ ദൂതുകളല്ല പറയുന്നത്, ആശ്വാസത്തിന്റെ ദൂത് പറയാനല്ല ഞാൻ ഈ സെക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആശ്വാസത്തെയോ പ്രശ്നത്തെയോ ഒന്നും ഞാൻ തൊടുന്നില്ല. ഈ ഭാഗം പറഞ്ഞു നിന്നാൽ മതി. നമുക്കൊരു അരമണിക്കൂർ നേരം നമുക്ക് ധ്യാനിക്കാനും ഉറപ്പിക്കാനും ബലം കിട്ടാനും ഈ വാക്യം മതി. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം നമുക്ക് ശബ്ദിക്കുന്ന ദൈവത്തിന്റെ, മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അപ്പൊ അതിന് മൂന്നാമത്തെ സാധ്യത, മൂന്നാമത്തെ വഴി, നിന്റെ ഹൃദയം സംസാരിക്കും. ബൈബിൾ നിങ്ങൾ വായിച്ചാൽ പല സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദ ഹൃദയത്തിൽ മുഴങ്ങിയവരുണ്ട്. ഓക്കെ, നാലാമത് പ്രധാനമായ കാര്യം നമ്മൾ ആ വാക്യം കൂടെ വായിച്ചതാണ്. ദൈവം നമ്മോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും. എങ്ങനെ സംസാരിക്കും പറ? ദൈവം നമ്മളോട് ഇന്നലെ രാത്രി നല്ല സ്വപ്നം വല്ലതും കണ്ടോ വല്ലവരും? ഹലോ, ഇന്നലെ രാത്രി നല്ല വല്ല ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞ സ്വപ്നം വല്ല നിങ്ങൾ പറയില്ല. അത് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ഞാനിന്ന് സ്വപ്നം കണ്ടത്, ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ദൈവം ഇന്നലെ എന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു വലിയ തീ അങ്ങനെ തന്നെ എൻ്റെ മേലങ്ങ് ഇറങ്ങി വന്ന് എൻ്റെ ശരീരത്തെ മൊത്തം അങ്ങ് പുതിയ, ആ തീക്കകത്തൊരു പ്രത്യേക തലമുണ്ട് എൻ്റെ ശരീരത്തെ തൊടുന്നത്. എന്നിട്ട് ഞാൻ ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് സൂമിൽ പ്രസംഗിക്കാനിരിക്കുക. അപ്പൊ ഞാനിത് പ്രസംഗിക്കും തോറും ഞാൻ പ്രസംഗിക്കുന്ന വീടുകളിൽ മുഴുവൻ ആ തീയെത്തുക. ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു സ്വപ്നമാണ്, നടന്നിട്ടില്ല, സ്വപ്നമാണത്. ഇന്ന് രാവിലെ കണ്ട സ്വപ്നമാണ്. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്ന ദൈവമാണ്. ഒരാമ്യം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, ഇതെന്ത് പേടിയെന്നറിയോ? അയ്യോ, അപ്പൊ ഇനി തീ ഇറങ്ങി വന്നില്ലെങ്കിലോ, അപ്പൊ ഇനി തീ കത്തിയില്ലെങ്കിലോ, അപ്പൊ ഇനി തീ വന്നില്ലെങ്കിലോ, അപ്പൊ ആൾക്കാർ ചോദിക്കില്ലേ, പാസ്റ്റർ അന്ന് കണ്ട തീ എന്താ വരാത്തെ? എനിക്ക് നിങ്ങൾ എന്തോ പറഞ്ഞാലും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഞാനത് ദൈവമാണ് കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അത് ഓരോ ഭവനങ്ങളിൽ ഇറങ്ങി കത്തുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം കാണിക്കുന്ന ദർശനങ്ങളെ, സ്വപ്നങ്ങളെ അത് ദൈവം കാണിച്ചതാണെന്ന് ധൈര്യത്തോടെ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുവാൻ നട്ടലുള്ളവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചിലര് കാര്യമുണ്ട്, ചിലര് കാര്യം നടന്നു കഴിയുമ്പോൾ ചിലർ പറയും, ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഞാനും പണ്ടത് കണ്ടായിരുന്നു. അങ്ങനെ നീ നടന്നു കഴിഞ്ഞിട്ട് കണ്ടതായിരുന്നു പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ചപ്പക്കുറ്റി കടി അല്ല സോറി. അപ്പോ ഇന്നലെ ഈ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും പറഞ്ഞു, ഞാനും അത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും അത് മിണ്ടരുത്. കണ്ട കാര്യം കാണുമ്പം പറയാൻ നട്ടലില്ലാത്തവൻ നടന്നു കഴിയുമ്പോൾ മിണ്ടാൻ വരണ്ട. അത് വീട്ടിൽ വെച്ചാൽ മതി, വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഞാൻ ഇന്നലെയാന്ന് തോന്നുന്നു നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പം സജി സിസ്റ്റർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പം, ദേവസ്വത്തിനോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഫിലിപ്പ് ബ്രദറിന്റെ വീട് സ്വപ്നം കണ്ടു, അവിടെ വീട്ടിനകത്ത് പണി നടക്കുന്ന കാര്യം സ്വപ്നം കണ്ടു, വീടിന്റെ പണി നടക്കുന്ന കാര്യം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഫിലിപ്പൂറിനെ വിളിച്ചു. അപ്പൊ ഫിലിപ്പൂറിന്റെ മോൻ ഗൾഫിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഗൾഫുകാരുടെ വീടാണ്. അപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വീടായിരിക്കണം, പുതിയ വീട് പണിയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഏതായാലും സിസ്റ്റർ കണ്ട് പറഞ്ഞ സ്വപ്നമല്ലേ. ഞാൻ ഇന്ന് രാവിലെ അവരെ വിളിച്ചു. ഞാൻ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ, ഞങ്ങളെ സുഖമായിരിക്കുന്നല്ലോ അല്ലെ, ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണം ലീവായി പോയതാന്ന് തോന്നുന്നു. ഞാൻ ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചോദിച്ചു, പിന്നെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങളെ നിങ്ങളെ വീടൊക്കെ പഴയ വീടാണോ പുതിയ വീടാണോ? അപ്പൊ അങ്കിൾ പറഞ്ഞു, പാസ്റ്റർ പഴയ വീട്, 25 വർഷം പഴക്കമുള്ള വീടാണ്, ഇതൊന്ന് പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു മാർഗം, ഒരു മുമ്പിൽ ഒരു വഴി ഇല്ലാതിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിനേക്കാൾ ആഗ്രഹമുള്ളത് വിറ്റുപറക്കി തൃശ്ശൂർ വന്ന് നമ്മുടെ ചർച്ചയിൽ വന്ന് കൂടാനായിട്ട് ആണ് ആഗ്രഹം പാസ്റ്റർ, അതിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൽക്കാലം ഇപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങളുടെ വീട് അവിടെ പൊളിച്ചു പണിയുന്ന ഒരു സ്വപ്നം കർത്താവിന്റെ ദാസി നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഇന്ന സിസ്റ്റർ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ആ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ 2 തലം ഉണ്ട് അതിനകത്ത്. ഒന്ന് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന പണിയുണ്ട്, 2 ആത്മീയാർത്ഥത്തിൽ ഒരു വീടിന്റെ അകത്ത് നടക്കുന്ന പണിയുണ്ട്. അപ്പൊ സ്വപ്നം കാണുമ്പോൾ അത് വ്യാഖ്യാനിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മളെ അത് വ്യാഖ്യാനിക്കാൻ, അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം ചെയ്ത് നിങ്ങൾ ഈ കണ്ട ആളുകളുടെ ഇന്റർപ്രറ്റേഷൻ ഒന്നും എടുത്ത് വായിച്ച് നിങ്ങൾ ദൈവം കാണിച്ച കാഴ്ചയെ കൊണ്ട് കലക്കരുത് കേട്ടോ. ദൈവമാണ് കാണിച്ചതെങ്കിൽ ദൈവാത്മാവിനാൽ അത് വ്യാഖ്യാനിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അതിനകത്ത് ഏതെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അത് പൊതുവിൽ പറയണ്ട. ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതാണ്, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. മറിച്ച് ദൈവരാജ്യത്തിൽ ചെയ്യാൻ പോകുന്ന മഹത്വപരമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് ധൈര്യത്തോടെ പറയുക. എന്നിട്ട് സഭ പ്രാർത്ഥിക്കണമാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവാത്മാവിന്റെ ചലനങ്ങൾ ദൈവാത്മാവ് അയച്ചിരിക്കും. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്ന ആദ്യ സ്റ്റെപ്പുകളിൽ ഒന്നാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഇന്നലെ ഞാനത് നിങ്ങളോട് പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് എന്നെ 100 കണക്കിന് സ്വപ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങളൊരു സ്വപ്നമാണ് തൃശ്ശൂര് ടൗണിനകത്ത് പൂരത്തിന് ആള് കൂടുന്നത് പോലെ തൃശ്ശൂര് റൗണ്ടും തൃശ്ശൂര് കോർപ്പറേഷന്റെ നമ്മുടെ കിഴക്കേക്കോട്ട പടിഞ്ഞാറക്കോട്ട ഏരിയയിലുള്ള സകല ഏരിയകളും ജനം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു, സാക്ഷാൽ ക്രിസ്തു ആരാണ്, യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് ഈ പട്ടണം മുഴുവൻ കേൾക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്ന ദിവസം കർത്താവ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞു കർത്താവിന്. ഇത് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പ്രവാചക ആത്മാവ് വ്യാപരിക്കും. എനിക്കത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നതല്ലേ, ഞാനല്ലല്ലോ കണ്ടേ, ദൈവം കാണിച്ചതല്ലേ. നിങ്ങൾ വിശ്വസിക്ക്, ദൈവാത്മാവ് ഈ പട്ടണത്തെ തൊടാൻ പോകുന്നുണ്ട്. ഒരു ഇളക്കപ്പെരിപ്പുമല്ല. ഇത് കൊറോണ വന്നപ്പോ പറഞ്ഞ കാര്യമല്ലല്ലോ, ഇത് ഏതെങ്കിലും ഒരു സമയം വന്നപ്പോ പറഞ്ഞല്ലോ. നമ്മളെ പരിശുദ്ധാത്മാവ് ഇത് 2001 തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ കാഴ്ച കാണിച്ചത് 2006 പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തെ മുഴുവൻ യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് പഠിപ്പിക്കുന്ന, കേൾപ്പിക്കുന്ന ദിവസങ്ങൾ മുൻപിൽ വരുന്നുണ്ട്. നമുക്ക് കരമടിച്ചെന്ന് പ്രഖ്യാപിക്കാം. അത് സംഭവിക്കും. യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് ഈ പട്ടണക്കാർ ഒന്ന് കരമടിച്ച് പ്രഖ്യാപിച്ചോ. നിങ്ങൾ താമസിക്കുന്ന പട്ടണം, തൃശ്ശൂർ പട്ടണത്തെ കുറിച്ച് കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ താമസിക്കുന്ന പട്ടണം അത് ഏത് രാജ്യമാണെങ്കിലും, അത് മുസ്ലിം രാജ്യമാകട്ടെ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാകട്ടെ, അത് ഏതെങ്കിലും പരമ്പരാഗത ക്രിസ്തീയ രാജ്യമാകട്ടെ, ആ പട്ടണങ്ങൾ മുഴുവൻ ക്രിസ്തുവിനെ അറിയും. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന കരയുന്ന അമ്മച്ചിമാരുണ്ടെങ്കിൽ, കരയുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന പട്ടണം യേശുവിനെ അറിയും. ഒന്ന് പ്രാർത്ഥിച്ചോ. ഇത് ക്ലാസ് മാത്രമല്ലല്ലോ, ഇതിനകത്തൊരു ആത്മാവിന്റെ പകർച്ച കൂടെ നടക്കട്ടെ. യവനക്കാരെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കും. നിങ്ങളുടെ അകത്ത് വിശ്വാസം അവൻ പകരും. നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ
ഫലനം അവൻ അയക്കും. നിങ്ങളുടെ അകത്തേക്ക് അവൻ ആത്മാവിന്റെ തേജസ്സിനെ നിങ്ങളുടെ മേൽ അവൻ പകരും. കൃപാവരങ്ങളെ അവൻ നിങ്ങളുടെ മേൽ പകരും. അന്ധകാര ശക്തികളെ വെട്ടിവീഴ്ത്തുവാൻ അവൻ നിങ്ങളുടെ മേൽ അധികാരം പകരും. അതോറിറ്റി അവൻ നിങ്ങളുടെ മേൽ പകരും. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അവൻ നിങ്ങളുടെ മേൽ കൈമാറാൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ അസാധാരണമായത് തുറക്കും. ഞാനിങ്ങനെ സ്വപ്നങ്ങൾ പറയാൻ പോയ തൃശ്ശൂർ പട്ടണത്തെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച്, ലോകരാജ്യങ്ങളെ കുറിച്ച് കർത്താവിനെ കാണിച്ച കണ്ടമാന സ്വപ്നങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോയാൽ സമയം അത് പറഞ്ഞു മാത്രം പോകും. പക്ഷേ അതിന്റെ ആവശ്യം, അത് ഇടയ്ക്ക് ഓർക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറയാം, പുറകിൽ പറയാം. ആദ്യം നമുക്ക് ഈ 8 മേഖല ഒന്ന് കണ്ടിട്ട് 7 മേഖല ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 4ാമത്തെ കാര്യം നമ്മൾ കണ്ടത് സ്വപ്നങ്ങളാണ്. 5ാമത്തത് നമ്മൾ കാണുന്നത് ദർശനമാണ്. ഈ ദർശനത്തിന്റെ പ്രത്യേകത, ദർശനം 2 ടൈപ്പ് ഉണ്ട്. ദർശനം നമുക്ക് 3ആക്കി തിരിക്കാൻ വേണമെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നതിനെയും ദർശനം എന്ന് പറയുന്നുണ്ട് ബൈബിൾ. ഈ പഴയ നിയമം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, പഴയ നിയമത്തിലെ ഭക്തന്മാർ എല്ലാം സ്വപ്നത്തിലൂടെയാണ് ദൈവശബ്ദം കേട്ടിട്ടുള്ളത്. നല്ലൊരു കൂട്ടം. യോസഫിന്റെ ദൈവം സംസാരിച്ചത് എങ്ങനെയാ? സ്വപ്നത്തിലൂടെ. രാജാവിന്റെ കൊട്ടാരത്തിൽ ദൈവം സംസാരിച്ചത് എങ്ങനെയാ? സ്വപ്നത്തിലൂടെ. ദാനിയേലിന്റെ കാലഘട്ടത്തിലെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര വിഷയങ്ങൾ. അബ്രഹാമിനോട് സ്വപ്നത്തിലൂടെ, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് സ്വപ്നത്തിൽ വർധന, അവന്റെ കുടുംബത്തിൽ വർധനവും അവന്റെ സമ്പത്തിൽ വർധനവുണ്ടാക്കിയവർ സ്വപ്നത്തിലൂടെ. നമ്മൾ ഇവനെ അവഗണിക്കുക. ഞാൻ ഇന്ന് വരെ ഒരാള് ഒരു ചർച്ചിനകത്ത് സ്വപ്നത്തിന്റെ പ്രാധാന്യത ക്ലാസ് എടുക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇത്രയും നല്ല പറയും നമ്മൾ യോസഫിന്റെ സ്വപ്നം എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ പുറകെ പറയും സ്വപ്നം കണ്ട ആരോടും മിണ്ടരുത്, കാരണം യോസഫ് കുഴി പോയി പെട്ടുപോയി. അത് സ്വപ്നം പറഞ്ഞുകൊണ്ടാണ്. മക്കളെ, യോസഫ് കുഴി പോയി പെട്ടത് സ്വപ്നം കണ്ടോണ്ടല്ല. ദൈവം അവനെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വെച്ച ഒരു സ്ഥലമാണ് കുഴി. ഞാൻ അവനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പൊട്ടക്കുഴി യോസഫിന് അനുഗ്രഹമായിരുന്നു. കാരാഗ്രഹം യോസഫിന് അനുഗ്രഹമാണ്. പൊത്തിഫറിന്റെ വീട് യോസഫിന് അനുഗ്രഹമാണ്. നിന്റെ ജീവിതത്തിൽ നന്മയല്ലാത്ത, അനുഗ്രഹമല്ലാത്ത ഒന്നുമില്ല. ഓ റബാന, ഒന്ന് ആമ്യം പറഞ്ഞു കർത്താവിന്. അതുകൊണ്ട് നീ പേടിച്ച് ഇത് പറയാതിരിക്കരുത്. നമ്മുടെ ആൾക്കാർ ഇത് പേടിപ്പിച്ച് ആൾക്കാരെ പേടിപ്പിക്കുക. ഈ ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മിൽ ഭയങ്കര സ്വാധീനത ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലേ ഈ ഹോളിനകത്തിരിക്കുമ്പം നമ്മള് ഈ ചിലപ്പോൾ ഇച്ചിരി ഗ്യാപ്പൊക്കെ ഇട്ടിരിക്കും മുമ്പിലും പുറകിലും. അപ്പം അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഭൂതമൊക്കെ ഇളകുമ്പോൾ ഭയങ്കര പേടി. ഇപ്പോഴല്ലേ പെന്തക്കോസ്തി ഭൂതം ഇളകണ്ടായി, അന്നൊക്കെ ഭൂതം ഇളകും. അപ്പൊ ഭൂതം ഇളകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടയിൽ ഗ്യാപ്പ് ഇട്ടിരുന്നാൽ ഭൂതം അതിന്റെ ഇടയിൽ വന്നിരിക്കും. എന്റെ കർത്താവേ, അപ്പൊ വേഗം മുമ്പോട്ട് കയറി, കാരണം ഭൂതം ഇടയിൽ വന്നിരുന്നു. അപ്പൊ ഇങ്ങനത്തെ എന്തൊക്കെ അബദ്ധങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചേ. ഇതൊക്കെ അകത്ത് കിടക്കുക. ദൈവത്തോർത്ത് ദൈവം നിങ്ങളെ കാണിച്ച കാഴ്ചകൾ ദൈവാത്മാവ് വിലക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി തുറന്നു പറയാൻ ശ്രമിക്കുക. ഞാനിത് തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ചർച്ചിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിനകത്ത് ഭൂരിഭാഗം ആൾക്കാർ ഇത് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ഇപ്പോൾ പുതിയൊരു തലമുറ മാത്രമാണ് അത് അധികം കാണാത്ത. പഴയ തലമുറയിൽ എല്ലാവരും അത് കണ്ടിട്ടുള്ളവരാണ്. അവരുടെ വിവാഹം സംബന്ധിച്ച്, പഠനം സംബന്ധിച്ച്, പല കാര്യങ്ങൾ സംബന്ധിച്ച് അവർക്ക് സംശയം വരുമ്പോഴൊക്കെ അവർ സ്വപ്നം കണ്ട് സ്വപ്നത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിച്ചവരാണ്. വിശ്വസിക്ക്, ഈ ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് ദൈവം നിങ്ങളെ കാണിക്കാൻ തുടങ്ങും. ഒരു ആമ്യം പറഞ്ഞോ. ദൈവം നിങ്ങളെ കാണിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അത് വ്യക്തമായി കാണിക്കാൻ ആരംഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ദർശനം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ദർശനം എന്ന് പറയുന്നത് 3 തലത്തിലുള്ള മേഖലകളെ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വപ്നത്തിൽ കാണുന്നവനെ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2, നമ്മൾ നേരെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന നേരത്ത് കണ്ണു തുറന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയെ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, ആത്മവിവശതയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയെ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ നടന്ന കാര്യമാണ്. ബൈബിൾ ഇത് അസന്നിഗ്ധമായി പഠിപ്പിച്ച കാര്യമാണ്. ബൈബിൾ പഠിപ്പിച്ച ബൈബിളിനകത്തുള്ള സകല കാര്യങ്ങളും ദൈവം മനുഷ്യവർഗത്തോട് ബന്ധത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതിനാൽ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നിന്നിൽ ദൈവാത്മാവ് ഇത് തുറന്നിരിക്കും. ഇങ്ങനൊരു മേഖല ഉണ്ടെന്ന് ആദ്യം അറിയുക. 2, വിശ്വസിക്കുക. 2ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് വിശകലനം ചെയ്യാം. നിങ്ങൾ നോക്ക്, അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വന്ന്
10-ാം അധ്യായത്തിലേക്ക് വന്ന് അവൻ അവിടെ 1, 2, 3 വാക്യങ്ങൾ വായിച്ച്, പല കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും 1, 2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം വായിച്ച്. കൈസരിയിൽ ഇറ്റാലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ ശ്രദ്ധിക്കണം, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. ഇവന്റെ മനസ്സ് എപ്പോഴും ദൈവത്തിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവൻ സ്നാനപ്പെട്ടവനല്ല, ഇവൻ രക്ഷിക്കപ്പെട്ടവനല്ല, പക്ഷെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത, നിങ്ങൾ അവരെ കുറ്റം പറയല്ലേ. നിങ്ങൾ അവരെ ദൈവമായിട്ട്, ഈ സ്നാനം കൂടാതെ തന്നെ ദൈവത്തിലേക്ക് അവരെ തിരിക്കാൻ ശ്രമിക്കുക. ഒരു ജീവനുള്ള ദൈവമുണ്ട്, ആ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ അവരെ കുറ്റം പറയരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തോണ്ട് ചത്തുപോകും, നരകത്തിൽ പോകും. എപ്പോഴും വീടുകളിൽ വെല്ലുവിളി നടത്തരുത്. ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അവരെ കണ്ടു കഴിഞ്ഞ് ഉടൻ തന്നെ അവരെ ആക്ഷേപിക്കരുത്. ദൈവമായിട്ട് ഘടിപ്പിക്കുക, ദൈവമായിട്ട് കണക്ട് ചെയ്യുക. അവരവിടെ നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ. അതും പറഞ്ഞ് പാസ്റ്റർ അവിടെ ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സത്യം പറഞ്ഞവരും മുഴുവൻ മനസ്സിലാക്കാതെ നിങ്ങൾ എന്നെ വിമർശിക്കരുത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവരെ ദൈവമായിട്ട് ഘടിപ്പിക്കുക. അവർക്ക് ദൈവമായിട്ട് ബന്ധം വരട്ടെ. ബന്ധം വന്നാൽ അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന തലങ്ങളെ പൊട്ടിക്കുവാൻ ദൈവം സൂപ്പർ നാച്ചുറൽ തലത്തിൽ ഇടപെടും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ധർമ്മം കൊടുക്കുന്ന ഭക്തനായ കൊർന്നല്യോസ് അവൻ സ്നാനപ്പെട്ടിട്ടില്ല. എത്ര നല്ല മനുഷ്യൻ, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിലും എത്ര നല്ല മനുഷ്യനാണ് ഈ കൊർന്നല്യോസ്. എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ധർമ്മം കൊടുക്കുന്നവൻ, ഓക്കെ, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ. ശ്രദ്ധിക്കൂ, അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ എപ്പോഴും പ്രാർത്ഥിച്ചവന്റെ വീട്ടിൽ. നമ്മുടെ വിഷയം കൊർന്നല്യോസ് അല്ലല്ലോ, അതുകൊണ്ട് കൊർന്നല്യോസിന്റെ ഗുണഘടകളിലേക്ക് പോകുന്നില്ല. ഞാൻ ദർശനമാണല്ലോ വിഷയം. 3-ാം വാക്യം, അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. അവനൊരു വിഷൻ കാണുന്നു. ആ വിഷനിൽ അവന്റെ വീട്ടിനകത്തേക്ക് നോക്കൂ, ഒരു ദൈവത്തിന്റെ ദൂതൻ വരും. ഒരു വിഷൻ കാണുന്നു, ഒരു ദർശനം കാണുന്നു. കേട്ടോ, ആ ദർശനത്തിലൂടെ ദൈവത്തിന്റെ ദൂതൻ അവന്റെ വീട്ടിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദർശനത്തിൽ ദൈവത്തിന്റെ ദൂതൻ വരുന്നവ അവൻ കാണുന്നു. ഇനി നിങ്ങൾ എന്റെ 9, 10, 11 വാക്യം വായിച്ച്. അപ്പോൾ ഇവിടെ കൊർന്നല്യോസ് ഉറങ്ങുകയല്ല. പകൽ ഏകദേശം 9 മണി നേരം, അതായത് ഉച്ചയ്ക്ക് 3 മണി നേരം, കറക്റ്റ് ടൈം. അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. അവൻ ഉറങ്ങുന്ന സമയത്തല്ല ദൂതൻ വന്നവ. എന്നാൽ ഇനി നിങ്ങൾ താഴേക്ക് വന്ന് 9-ാം വാക്യത്തിലേക്ക് വന്ന് 9-ാം വാക്യം 9, 10, 11 വാക്യം വായിച്ച്. പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ശ്രദ്ധിക്കണം, കൊർന്നല്യോസിന് വിവശത വന്നില്ല, അതായത് ട്രാൻസ് വന്നില്ല. എന്നാൽ പത്രോസിന് വിവശത വന്നു. പത്രോസ് കണ്ട ദർശനം, താഴെ ഒരു ദർശനം കാണുക. ആകാശം തുറന്നിരിക്കുന്നത്, വലിയൊരു ദുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ആകാശത്തിലേക്ക് ഇറങ്ങി വിട്ട ഒരു പാത്രം വരുന്നവൻ കണ്ടു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദുപ്പട്ടി ട്രാൻസിനകത്തായ, ദർശനത്തിനകത്തായ, വിവശതയ്ക്കകത്തായ പത്രോസ് ദർശനത്തിൽ കാണുക. ഹെവൻ ഓപ്പൺ ആകുന്നു. ഹെവനിൽ നിന്ന് ചിലത് ഇറങ്ങി വരുന്നു. ഓ ഷസ്കനാദിര, വിശ്വസിക്ക്, പരിശുദ്ധാത്മാവ് സ്വർഗം തുറക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ചിലത് നമ്മെ തേടി ഇറങ്ങി വരുന്നതും നമ്മെ കാണിക്കുന്ന ദൈവമാണ്. ഇതിനകത്ത് അത് കണ്ടിട്ടുള്ളവരുണ്ട്. സ്വർഗത്തിൽ നിന്ന് ചിലത് ഇറങ്ങി വരുന്നവ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കിരീടങ്ങൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, നമ്മളത് എല്ലാം കൂടെ എനിക്ക് പറയാൻ പറ്റിയല്ല. സ്വർഗം തുറക്കുന്നവ നോക്കി. അപ്പോൾ ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ വിവശതയിലായി. ഈ സൂം മീറ്റിംഗ് ആരംഭിച്ച കാലത്ത് എനിക്ക് തോന്നുന്നു, സിസ്റ്റർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തോന്നുന്നു. ആദ്യം സിസ്റ്റർ കയറിൻ്റെ ഡ്യൂട്ടിയിലായിരിക്കണം. ഇല്ല, ഓക്കെ. ഈ സൂം മീറ്റിംഗ് ആരംഭിച്ച സമയത്ത് സൗദിയിൽ ഒരു സിസ്റ്റർ താന്
മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ദൈവാത്മാവ് ഒരു വചനം എൻ്റെ അകത്ത് പറഞ്ഞു, ആ സിസ്റ്റർ. അപ്പൊ എനിക്ക് സിസ്റ്റർ പരിചയമില്ല, വെറുതെ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് വന്ന് നിൽക്കുന്നു. ഇതിനകത്തും എനിക്ക് പരിചയമില്ലാത്തവരുണ്ട്. അപ്പം അങ്ങനൊരു ഇത് കണ്ടപ്പോൾ ഞാൻ അതിനകത്തേക്ക് എന്നോട് ദൈവാത്മാവ് ഒരു വചനം ഞാൻ അതിനകത്തേക്ക് സെൻഡ് ചെയ്തു, ചാറ്റിൽ സെൻഡ് ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ തിരിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്തു. പാസ്റ്ററെ, ആ വാക്യം കേട്ടപ്പോൾ മുതൽ ദൈവാത്മാവ് ഒരു പ്രത്യേക തലത്തിൽ ചലിക്കുന്നു, എനിക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സൂമിലൂടെ ഞാൻ എന്നിട്ട് അപ്പൊ സൂം മീറ്റിംഗ് അവസാനിച്ചു. പകൽ മൊത്തം പ്രാർത്ഥനയായിരുന്നു. സിസ്റ്ററോട് സൂമിൽ വരാൻ പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ വിവശമയിലേക്ക് പോകുന്നു എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അത്ര ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പ്രാർത്ഥിക്കാൻ തുടങ്ങുകയല്ല, താൻ ഒരു 3-4 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇയാളെ കാണാനില്ല. പിന്നെ ഞാനിതാകെ പുലിവാൽ എന്തോ ചെയ്യും, ആളെ കാണാനില്ല. പക്ഷെ മൊബൈൽ ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ എഴുന്നേറ്റ് വന്നു. ഫസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു വിവശതയിലേക്ക് പോയി, സ്വർഗത്തിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടായി. ഇന്ന കാര്യങ്ങൾ ഞാൻ കണ്ടു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രസംഗം മാത്രം കേട്ടാ പോരാ, പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നിങ്ങളുടെ അകത്ത് ഭയങ്കര കൊതി ഉണ്ടാകണം. നിങ്ങൾ ദൈവസഭയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടാകണം. ദൈവം നമ്മളെ ട്രാൻസിനകത്തേക്ക് കൊണ്ടുപോകുന്നവർ, ദൈവം നമ്മളെ വിവശതയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നവർ, ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകുന്നവർ, സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആക്കുന്നവർ, ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള ഒരു പ്രൊജക്ട് നിർവഹിക്കാനാണ്. അവനൊരു ജീവൽ സ്ഥാപനമായ അവന്റെ സഭയെ പണിയാനാണ്. ഇതിനകത്ത് പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അനുഭവങ്ങൾ എനിക്ക് എന്റെ ശുശ്രൂഷയിൽ ഉണ്ടായത് പലത് പറയാനുണ്ട്. നമ്മുടെ ജോമോൻ പാസ്റ്ററെ വൈഫിന്റെ ചേച്ചി, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാൽവറി കുരിശിന്മേൽ എന്നോട് ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന, കാൽവറി കുരിശിന്മേൽ എന്നോട് രക്ഷകനെ ഞാൻ കാണുന്നു എന്ന പാട്ടുപാടി ആരാധിച്ചപ്പോൾ ഒരു പ്രത്യേക സാന്നിധ്യം ഇറങ്ങി. ആ സാന്നിധ്യം ശക്തിയായ വ്യക്തികളെ തൊട്ടു. എന്നാ 98-ലെ കാര്യം പറഞ്ഞ ഞാൻ. അത് ഇന്നലെ ഈ ന്യൂ ജനറേഷൻ വന്നപ്പോ കാര്യമല്ലേ പറഞ്ഞേ. അത് നടക്കുന്നത് കുന്നപ്പള്ളി, പൂളാക്കിലുള്ള കുന്നപ്പള്ളിയുടെ വീട്ടിൽ വെച്ചാണ്. കുന്നപ്പള്ളിയുടെ മകനാണ് തൃശ്ശൂർ ഇപ്പോൾ ഒരു ചർച്ചിനകത്ത് നിൽക്കുന്ന മോൻ. അവരെ വീട്ടിൽ വെച്ച് അന്ന് ആ സഹോദരിയെ ദൈവശക്തി തൊട്ടു. താൻ വീട്ടിൽ പോയിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ തന്റെ മേലെ വിവശത വന്നു. താൻ വിവശതയ്ക്കകത്ത് പോയി 3 ദിവസമാണ് താൻ കിടന്നത്. തന്റെ അമ്മ എന്നെ വിളിച്ചു, പാസ്റ്റർ എന്ത് ഞാൻ മിണ്ടണ്ട, അവിടെ കിടക്കട്ടെ, എന്താ ഉണ്ടാകുന്ന നോക്കാം. ഭക്ഷണം കഴിക്കാതെ നോക്കിയ മറ്റ് യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ആ വ്യക്തി ആത്മവിവശതയ്ക്കകത്ത് കിടന്ന ഹെവൻ വിസിറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ, ആഴമേറിയ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങൾ താൻ കണ്ടു. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഇത് ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ടൂളാണ്. വിശ്വസിക്ക്. ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നവർ ആഴമേറിയ വിവശതകളാണ്. ഇതിനകത്ത് ഹെവൻ വിസിറ്റ് ചെയ്യുന്ന വ്യക്തികൾ എഴുന്നേൽക്കും. നിങ്ങൾ പറയും, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിവശത മടന്നു, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മുറിക്കകത്ത് ദൂതൻ ഇറങ്ങി. കണ്ടോ? സൂപ്പർ നാച്ചുറൽ തലം. പെന്തക്കോസ്തിന്റെ ആരംഭകാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് എന്തോ അത് ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വിശ്വസിക്ക്. ദർശനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. ദർശനത്തിന് 3 ഭാഗം. 1 സ്വപ്നം, അത് കിടന്നുറങ്ങുമ്പോൾ. മറ്റൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 3 വിവശതയ്ക്കകത്തേക്ക് പോകുമ്പോൾ. ദർശനത്തെ 3 തലമായി ഞാൻ തിരിക്കുന്നു. 3 സ്റ്റേജുകൾ. 1 ഉറങ്ങുമ്പോൾ കാണുന്നവന്റെ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വായിച്ചതാണ് യോബിന്റെ പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിൽ നാം അത് ചേർത്ത് വായിച്ചു. നിങ്ങളുടെ പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ സ്വപ്നത്തിൽ, ദർശനത്തിൽ ഞാൻ അവരോട് സംസാരിക്കും. സംഖ്യ 12:7. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വാക്യങ്ങൾ ചേർത്ത് വായിച്ചതാണ്. രണ്ടാമത് കണ്ടു, ഇവിടെ ദർശനത്തിൽ അവന്റെ അടുക്കൽ വ്യക്തമായി വരുന്നവ സ്പഷ്ടമായി കണ്ടു. അത് കണ്ടത് ദർശനത്തിലാണ്. മൂന്നാമത് കണ്ടത് വിവശതയിലായി. ആ വിവശതയിലൂടെ ദർശനം കാണിച്ചു. ഇനി ബൈബിൾ എടുത്ത് വായിച്ചാൽ ഇഷ്ടപ്രകാരം തെളിവുകൾ നമുക്ക് കിട്ടുന്നു. പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് ആ തലത്തിലേക്ക് വളരെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പുറകിൽ പഠിക്കാം. അപ്പോൾ ദർശനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക്, അപ്പൊ ഈ ദർശനം കാണുമ്പോൾ ഒരു കുഴപ്പമുള്ളത്, ഈ സ്വപ്നവും ദർശനവും കാണുമ്പോ
ഒന്ന്, ഇത് വിശ്വസിക്കണം. രണ്ട്, ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലേ നോക്കിയ സ്വർഗത്തിൽ നിന്ന് ദുപ്പട്ടി ഇറങ്ങി വരുന്ന കണ്ടു. എന്ത് ദുപ്പട്ടി? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ദുപ്പട്ടിക്ക് അത് എല്ലാ വിധത്തിലുള്ള എന്താ പറയുക മൃഗങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നാട്ടിലെ മൃഗങ്ങളെ മുഴുവൻ കർത്താവ് എനിക്ക് തിന്നാൻ വേണ്ടി അല്ല. അപ്പൊ പത്രോസ് അങ്ങനെ പറഞ്ഞു. അത് അപ്പൊ ദർശനത്തെ വ്യാഖ്യാനിക്കാൻ, ദർശനം കാണാൻ തുടങ്ങിയാൽ അത് വ്യാഖ്യാനിക്കാനുള്ള ഒരു വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ ഓർത്ത്. നിങ്ങൾ എന്നോട് പണം കരുതട്ടോ, ഞാനൊന്ന് വീഡിയോ അല്ല ഇത് കട്ട് ചെയ്തിട്ട് പറയാം. ഏതാ റെക്കോർഡിങ് കട്ട് ചെയ്തിട്ട് അറിയാം. ദൈവം വളർത്തിപ്പോ അറിയില്ല, അവർക്കറിയില്ല. ഈ മേഖല കൈകാര്യം ചെയ്യുന്ന പരിജ്ഞാനമുള്ളവരോട് ചോദിക്കുക, നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഏറ്റവും നല്ലത് പിതാവിനോട് പ്രാർത്ഥിക്കുക, ഏറ്റവും നല്ലത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞ് ആ ഭാഗവും വിടുകയാണ്. നമുക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് ഒന്ന് അല്പം വിശാലമായി പഠിപ്പിക്കേണ്ട കാര്യമാണ്. ദർശനം നമ്മുടെ ആൾക്കാര് കണ്ടമാനം വിമർശിച്ചുള്ളൊരു കാര്യമാണ് പ്രവാചക സ്കൂളുകളെ. എന്തിനാ പ്രവാചക സ്കൂൾ? എന്തിനാ ഒരാളുടെ മേലെ അങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞാ പോരെ? എന്തിനാ പ്രൊഫറ്റിക് സ്കൂൾ? എന്തിനാ? അത് എന്തിനാ ചോദിക്കണമെങ്കിൽ ഏലിയാവിനോട് ചോദിക്കും, അല്ലെ ഏലീശയോട് ചോദിക്കും. ഏലീശയ്ക്ക് എന്തിനാ അവിടെ 50 പ്രവാചക ശിഷ്യന്മാർ? എന്തിനാ ഇവിടെ 50 പ്രവാചക ശിഷ്യന്മാര്? അങ്ങ് കൈവച്ചങ്ങ് വിട്ടാ പോരെ? അല്ല, പ്രവാചക ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ, അവരെ വിഷൻസ് കാണത്തക്ക നിലയിൽ അവരെ വളർത്തിയെടുക്കണം. വിഷൻ കാണാത്തൊരു കാരണം നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ തോട്ട്സ് ആണ്. നിങ്ങൾ ദർശനങ്ങൾ കാണാത്തൊരു കാരണം നിങ്ങൾ സ്വപ്നം കാണുന്ന എപ്പോഴാ? നമ്മളത് വിശദമായിട്ട് പിന്നെ പുറകിൽ പഠിക്കും. ഈ ഭാഗം ഒന്ന് ഒരു തലത്ത് എത്തിച്ചിട്ട് ദർശനം ഒന്നും കൂടെ എന്തുകൊണ്ട് നിങ്ങൾ ദർശനം കാണുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്നു? സ്വപ്നം കാണുന്നത് എപ്പോഴാ? ആരും മിണ്ടുകയില്ല. നിങ്ങൾ എപ്പോഴാ സ്വപ്നം കാണുന്നത്? ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ഉറങ്ങുമ്പോ സ്വപ്നം കാണാനുള്ള കാരണം എന്താ? മനസ്സ് ശാന്തമാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്തകളില്ല. നിങ്ങൾ ചിന്തിക്കാത്ത സമയം എപ്പോഴാ? ഉറങ്ങുമ്പോഴാണ്. അപ്പൊ ഉറങ്ങുമ്പോൾ ചിന്തിക്കാത്ത സമയത്ത് മനസ്സ് ശാന്തമാകുമ്പോഴാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അപ്പൊ മനസ്സിന്റെ ശാന്തത നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുമായിട്ട് ബന്ധമുണ്ട്. മനഃശാസ്ത്രം പറയുന്ന സ്വപ്നമുണ്ട്, ബൈബിൾ പറയുന്ന സ്വപ്നമുണ്ട്, പൈശാചിക സാമ്രാജ്യം പറയുന്ന സ്വപ്നമുണ്ട്. 3 കൂട്ടമുണ്ട്. അതിനകത്ത് ഈ വൈദ്യശാസ്ത്രം പറയുന്ന സ്വപ്നത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ ബോധ മനസ്സിൽ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ. ഇപ്പം ഞാൻ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇനി അത് ഒരാൾക്ക് അത് വിഷമായിട്ട് ഇനി വിഷമാക്കണ്ട. ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം. ഇപ്പം ഡിക്സ, ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നീ പണങ്ങുവോ? ഇല്ല, ഡിക്സന് കുഴപ്പമില്ല, ഡിക്സൺ പാവം. അപ്പം ഡിക്സൺ ഇങ്ങനെ വേണ്ട പാവ, അവനെ പറയാൻ എനിക്കൊരു വിഷമം. ലിൻഡോപ്പനെ പറയാം. അപ്പൊ ലിൻഡോപ്പൻ എന്റെ മോന, അപ്പൊ അതുകൊണ്ട് ഡിക്സൺ മോനല്ലാണ്ടല്ല, ലിൻഡോപ്പനാകുമ്പോ പിന്നെ കുഴപ്പമില്ല. ലിൻഡോപ്പന്റെ അകത്തൊരു ആഗ്രഹം. ഇപ്പൊ ആസ്ട്രായി, ഇപ്പം ഇനിയിപ്പോ കല്യാണം കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ലിൻഡോപ്പന്റെ അകത്തൊരു ആഗ്രഹം. ലിൻഡോപ്പനെ എപ്പോഴും എന്ത് ചെയ്യാൻ വെച്ചോ, ലിൻഡോപ്പൻ ഇങ്ങനെ എന്താ പറയാ, അപ്പൊ അവന് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. അപ്പം കല്യാണം കഴിക്കുന്ന പെങ്കൊച്ച് ഇച്ചിരി വണ്ണമൊക്കെ വേണം. അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇവര് ആലോചിച്ചിട്ട് പെണ്ണിനെ കിട്ടുന്നില്ല. ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അതിന്റെ പുറത്ത് അവനൊന്നും പറയരുത്. ആലോചിച്ചിട്ടൊന്നുമില്ല, ആലോചന തുടങ്ങിയിട്ടില്ല, ചെറിയ കൊച്ചാവൻ, പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ, ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ, മനഃശാസ്ത്രം പറയുന്നത് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതാകുമ്പോ ഈ കാര്യം നമ്മുടെ അപബോധ മനസ്സിലേക്ക് നമ്മൾ അടച്ചു വയ്ക്കും. എന്നെ ഒന്നും അടക്കില്ലെന്നേ. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കാര്യം ഒരാൾ പറഞ്ഞു. ഒരാളുടെ കല്യാണം കഴിഞ്ഞപ്പം ആ ആള് അടുത്തൊരാളോട് പറയാണ്, റോസാപ്പൂ കിട്ടാനാണ് ആഗ്രഹിച്ചത്, കിട്ടിയത് എന്തോ താമരപ്പൂവോ എന്തോ ഒരു പൂവിന്റെ കാര്യം പറഞ്ഞു. പിന്നെ താമരപ്പൂവെങ്കിൽ താമരപ്പൂവോ കൊണ്ടുവന്നില്ലേ പറ്റൂ. കണ്ടോ, ആഗ്രഹിച്ചത് മറ്റൊന്ന്, ആഗ്രഹിച്ച് മറ്റൊരു തലം. അപ്പൊ ഇത് ആഗ്രഹിച്ചത് കിട്ടാതാകുമ്പോൾ നമ്മൾ അതിനെ നമ്മുടെ അപബോധ മനസ്സിലേക്ക് അടച്ചു വെക്കുന്ന മനസ്സിന്റെ ഒരു പ്രോസസ് ഉണ്ട്. മനസ്സിന് 18 അറകളുണ്ട്, അവന് 3 തട്ടുകളുണ്ട്. അവനകത്ത് അവസാനത്തെ തട്ടിലേക്ക് നാം അവനെ മനസ്സവനെ അടച്ചു വെക്കുന്നു. നടക്കുകയല്ല. 2 നില വീട് പണിയണം, നടക്കുകയല്ല. ഓടി കാർ മേടിക്കണം, നടക്കുകയല്ല. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണം, നടക്കുകയല്ല. നടക്കാത്തതൊക്കെ അടച്ചു വെച്ചു. ഈ അടച്ചു വെച്ച കാര്യങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പൊന്തി വരുന്നതാണ് മനസ്സ് കാണിക്കുന്ന സ്വപ്നം.
അപ്പൊ എന്തിനൊക്കെ അടച്ചു വെച്ചത് മനസ്സിലാക്കിയാൽ പൊന്തി വരുന്ന സ്വപ്നത്തെ വ്യാഖ്യാനിക്കാം. എന്നാൽ ഭക്തന്മാരുടെ സ്വപ്നം അങ്ങനെയല്ല. നിങ്ങൾ ആരെയും പിണങ്ങി പോവോ എന്നോട്? കർത്താവേ, ഭക്തന്മാരുടെ സ്വപ്നം അങ്ങനെയല്ല. ഭക്തന്മാർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. അവരെ ഹൃദയത്തിനകത്ത്, അവരെ മനസ്സിനകത്ത് കർത്താവുണ്ട്. അവരെ ഹൃദയത്തിൽ കർത്താവാണ് വസിക്കുന്നത്. അവരെ മനസ്സിൽ എപ്പോഴും അവർ കർത്താവിനെ ധ്യാനിക്കുന്നവരാണ്. അപ്പൊ കർത്താവിനെ ധ്യാനിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, അകത്ത് ക്രിസ്തുവുള്ള നിന്നെ ദൈവം കാണിക്കാൻ തുടങ്ങും. ദൈവത്തിലുമുള്ള സ്വപ്നങ്ങൾ നീ കാണാൻ തുടങ്ങും. അത് മനസ്സിന്റെ കളിയല്ല, അത് ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്വപ്നങ്ങളെയും മനസ്സിന്റെ സ്വപ്നങ്ങളാക്കി നീ തട്ടിക്കളയരുത്. ചില ആൾക്കാർക്ക് സ്വപ്നം കണ്ട പറയാൻ പേടിയാ. കാരണം അവർ ചിന്തിക്കുന്നതെന്ന് അറിയാമോ, അയ്യോ ഇത് മനസ്സിന്റെ കളിയാണെങ്കിലോ. പക്ഷേ മനസ്സിന്റെ കളിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവ അടച്ചു വെച്ചവാണ് മനസ്സ് കൊണ്ടുവരുന്നത്. മറ്റതൊന്നും മനസ്സിന് വേറൊന്നും കൊണ്ടുവരാൻ പറ്റുകയില്ല. നമ്മുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു രാജ്യം തുടർവ് മടക്കും, നിന്റെ മനസ്സിനകത്ത് നീ കൊണ്ടുവന്നിട്ട് അടച്ചു വെച്ച മടക്കില്ല, അടച്ചു വെച്ചതാ അല്ലല്ലോ. നീ ദൈവരാജ്യത്തിൽ വന്നപ്പോഴല്ലേ അവനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയേ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്നെ ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളും 10,000, 20,000, 50,000 ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. അന്നാ ദൈവം എന്നെ കാണിക്കുന്നത്. തൃശ്ശൂര് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു 1,00,000 വേണ്ടിയാണ്. 98 ജനുവരിയിൽ ദൈവത്തിന്റെ ദൂതൻ എന്റെ, ഞാൻ താഴെ വരുമ്പോൾ അത് പറയാം, ദൈവത്തിന്റെ ദൂതൻ എന്റെ വീട്ടിൽ ഡയറക്റ്റ് ഇറങ്ങി വന്നുകൊണ്ട് സംസാരിച്ചതാണ്. നിന്നെ ഞാൻ 4,00,000 മുമ്പിൽ നിർത്തുമെന്ന്. അപ്പൊ എന്റെ അകത്ത് അങ്ങനെ ആഗ്രഹമില്ല. 4,00,000 പേരുടെ മുമ്പിൽ നിൽക്കും. ഒരാളുടെ മുമ്പിൽ നിന്ന് മിണ്ടാൻ എന്താ പറയാ, വരയ്ക്കുന്ന ആളെ ലക്ഷത്തിന്റെ പുറകെ പോണേ. ഒരാളുടെ മുഖത്ത് നോക്കാൻ പേടിയായിരുന്നു. ഒരു മലയാള വാചകം പറയാൻ അറിയില്ലായിരുന്നു. അപ്പൊ ജോസഫ് പറയൂ, അപ്പൊ ഇന്നും പുറത്ത് പറയില്ല, ഇങ്ങനെ പറയുള്ളായിരുന്നു ആദ്യം. അപ്പൊ ഞാൻ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം മനസ്സിൽ നിന്ന് വരുന്നതല്ല. പിശാച് അങ്ങനെ ചതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനെ തകർക്കണമെന്ന് രാത്രി, ഇന്ന് പകൽ ദൈവം നിങ്ങളെ കാണിക്കും. ഇതിനകത്ത് ആഫ്രിക്കയിലെ പല സംസ്ഥാനങ്ങൾ കണ്ടവരുണ്ട്, പല ദേശങ്ങൾ കണ്ടവരുണ്ട്. ഇതിനകത്ത് ഇന്ത്യയിലെ പട്ടണങ്ങൾ കണ്ടവരുണ്ട്. സ്പിരിറ്റിനകത്ത് ആത്മാവ് ശരീരത്തിൽ നിന്ന് സ്പിരിറ്റ് വേറിട്ട് പോയി ദേശങ്ങൾ കണ്ടവരുണ്ട്. വിഷൻ വേൾഡ് ദൈവം ഓപ്പൺ ചെയ്യും. വിശ്വസിക്ക്, ദൈവാത്മാവ് ഇനി അടുത്ത തല തുറക്ക്. ഇത് കുറെ ഉപദേശം പഠിപ്പിക്കുന്ന സ്ഥലമല്ല പെന്തക്കോസ്ത്. യഥാർത്ഥ ദൈവശക്തി തുറക്കാൻ പോവുകയകത്ത്. അപ്പൊ ഉപദേശം വേണമെന്ന് ഉപദേശം നമ്മളല്ല, പിന്നെ ആരെ കൊണ്ടടക്കാൻ പോണേ? ഇവിടെ പ്രശ്നമുണ്ടായത് ഉപദേശത്തിന് പ്രാധാന്യത കൊടുത്ത് ദൈവശക്തിയെയും ദൈവ എൻകൗണ്ടറിനെയും ഇല്ലാവാക്കി. ഞാൻ പറഞ്ഞതല്ല, പെന്തക്കോസ്റ്റിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള അപ്പച്ചന ബീച്ച് മാഷ്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ട പെന്തക്കോസ്റ്റിന്റെ ശക്തി എവിടെ? ഇല്ല സജി, നശിച്ചു. ഇതിനകത്ത് ഇത് പരമ്പരാഗതമായി പോയി. തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. ദൈവാത്മാവ് തുറക്കാൻ വിശ്വസിക്കുന്ന ഒരു തലമുറയിലൂടെ കഴിഞ്ഞ തലമുറ കണ്ടതിനപ്പുറം ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഒരാമയും കർത്താവിന് പറഞ്ഞു. എന്റെ വിഷയത്തിൽ ഞാൻ പോയി, ഞാൻ വേഗത്തിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ ദർശനങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ആ കാര്യം വിട്ടുപോയി. അപ്പൊ മനസ്സ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിലേക്ക് ചതറിപ്പോവുക. എനിക്ക് കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സ് ശാന്തമായാലേ നിങ്ങൾ സ്വപ്നം കാണൂ. ആ സ്വപ്നത്തിലാണ് ദർശനം ഇരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണുന്നില്ല? ഒറ്റ കാര്യം, നിങ്ങളുടെ മനസ്സ് ശാന്തമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പ്രാർത്ഥിക്കുമ്പോൾ എത്ര ചിന്ത നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു 10 സെക്കൻഡ് നിങ്ങളുടെ മനസ്സിലകത്തൊരു ചിന്ത വരാതെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത് ചിന്തിക്കുന്നില്ലേ? എന്തൊക്കെ ചിന്തയകത്ത് വരണ, ഒന്ന് അലറാതിരുന്നോടെ ഇങ്ങനെ എന്ത് ചിന്തിക്കുന്നില്ല നിങ്ങൾ? അപ്പൊ എന്തൊക്കെ ചിന്തയാ നിങ്ങളുടെ അകത്ത് വരണത്? നിങ്ങളുടെ ചിന്തകളെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ? ചിന്തകളുടെ ഇടയിൽ ഗ്യാപ്പിടാൻ പറ്റുന്നുണ്ടോ? ഒന്നും ചിന്തിക്കാത്ത ഒരു ശൂന്യത നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അതിനാണ് പൗലോസ് പറഞ്ഞത്,
നിങ്ങൾ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 7 കൂട്ടം കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ എന്നിട്ട് നമുക്ക് മനസ്സിനെ പണിതാൽ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ് പ്രവാചക സ്കൂൾ. അവരെ വിളിച്ചിരുത്തി, അവരെ പിടിച്ചിരുത്തി, അവരെ ട്രെയിൻ ചെയ്യിക്കുക. മക്കളെ, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ലോക കാര്യങ്ങളല്ല. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജഡകാര്യങ്ങളല്ല. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ പിശാച് കൊണ്ടുവരുന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ യഹോവയെ ധ്യാനിക്കണം, നിങ്ങൾ ദൈവത്തെ ധ്യാനിക്കണം. മറ്റൊരു ചിന്ത നിങ്ങളുടെ അകത്ത് വരരുത്. നിങ്ങളോട് ഞാൻ കാര്യം ചോദിക്കട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഓരോ ചിന്തകൾ വന്നിട്ട് പ്രാർത്ഥന മുറിയാത്ത ഒരു ദിവസം ചിലപ്പോൾ ഉണ്ടാകും. എന്റെ പ്രാർത്ഥന അങ്ങനെ ഇന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ച് പോയിട്ടില്ല എന്ന് ഉറപ്പുള്ളവരുന്ന് കൈപോക്കി ഒന്ന് കാണാൻ വേണ്ടിട്ടാ. പ്രാർത്ഥിക്കാനിരുന്നിട്ട് പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ചിന്ത വേറെ വഴിക്ക് വന്നു. ചിന്തിച്ച് പ്രാർത്ഥന വേറെ വഴിക്ക് പോയി, ചിന്ത വേറെ വഴിക്ക് പോയി, പ്രാർത്ഥന അവസാനം അവൻ അവിടെ കിടന്നുറങ്ങി. ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞവരൊന്ന് കൈവക്കാമോ? ആരുമില്ല. കണ്ടോ? അപ്പൊ എല്ലാവരും ചിന്തകൾ പ്രാർത്ഥനയെ കൊന്നു. കണ്ടോ? പോട്ടെ, നമുക്കപ്പം ഇതെന്നെ ഓർപ്പിക്കണേ. ഇത് ശരിയാക്കാതെ നമുക്ക് കാണുന്നവരായി കേൾക്കുന്നവരായി മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്. ഈ തലത്തിലേക്ക് പണിയപ്പെടാനായിട്ടുള്ള മേഖലകൾ നമ്മൾ ഇത് 7 എണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കാം. ചിലപ്പോൾ അത് ഇന്ന് എടുക്കാൻ പറ്റില്ലായിരിക്കാം. ഇന്ന് നമുക്ക് ഈ 7 കാര്യങ്ങൾ പറയാം. അപ്പോൾ 1 ഡ്രീംസ് ആണ്, 1 ദൈവത്തിന്റെ വചനമാണ്, 2 ഓഡിയോ വോയിസ് ആയി ചെവിയിൽ കേൾക്കാം, 3 ഇന്നർ ഓഡിയോ ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കാം, 4 നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ കാണാം, 5 നിങ്ങൾക്ക് വിഷൻ കാണാം, വിഷ്വൽ മെസ്സേജുകൾ കാണാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനമായിട്ട് കാണാം. ഞാനത് പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. വിഷ്വലായിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന, അവര് മറച്ചു വയ്ക്കുന്ന കാര്യം വരെ കാണാം. ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു ഒരു ദിവസം. ഈ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ആള് പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം അവരുടെ വീട്, ഒരു പഴയ വീട് തന്നെ കാണിക്കുക. അവന്റെ അടിയിലെ തറക്കല്ല് കാണുക, അതിന്റെ അടിയിൽ ഒരു വലിയ പാമ്പിരിക്കുന്ന കാണുക. അപ്പൊ ഞാൻ ഈ കണ്ട കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു കാഴ്ച കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് മിണ്ടുന്നില്ല. ആളെ കാര്യം അറിയാത്ത, എനിക്കൊരു കാര്യം ഉറപ്പാച്ചു, കണ്ട കാര്യമാണെങ്കിൽ പിന്നെ വിടുതല്, അത് കാര്യം അറിഞ്ഞിട്ട് തന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വിളിച്ചല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാലല്ലോ, അങ്ങോട്ട് വിളിച്ചാലും പിന്നെ പോട്ടെന്നിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു. അതായത് നിങ്ങളുടെ വീടൊരു പഴയ വീടാണോ? അതിന്റെ തറയുടെ ഇടയിൽ പൊത്തുണ്ടോ? അതിനകത്തൊരു പാമ്പുണ്ട്. അങ്ങനെ ഞാൻ കണ്ടത് സത്യമാണെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് ശക്തമായൊരു പൈശാചിക പോരാട്ടമുണ്ട്. പാമ്പിനെ കണ്ടാൽ, ദർശനമായിട്ടോ സ്വപ്നമായിട്ടോ കണ്ടാൽ, ഡയറക്റ്റ് ലൂസിഫറിന്റെ ഒരു അറ്റാക്ക് ആ വീട്ടിൽ ഉണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സ്പിരിച്വൽ മീനിങ്. ഞാൻ പറഞ്ഞു, ഞാനിത് കണ്ട കാര്യം സത്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങളിലോ മാരകമായൊരു പ്രശ്നമുണ്ട്. എന്നിട്ടും ആൾ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒന്നുകൂടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ വിടുന്നില്ലെന്ന് കണ്ടപ്പോ ആളെന്നോട് പറഞ്ഞു, പാസ്റ്ററെ, താരാംശത്രയുള്ളൂ. ദൈവം ഒരു വിഷൻ കാണിച്ചാൽ അതിന്റെ നടുവിൽ ദൈവത്തിനൊരു ഡെലിവറൻസ് നടത്താനുണ്ട്. അവന് ഒരിക്കലും മാറ്റമില്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾക്കിത് കാണാമെന്ന ഞാൻ ഈ പറഞ്ഞു വരുന്നേ. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വിഷൻ വേൾഡ് ഓപ്പൺ ആകും, ഒരു സംശയമില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ടിരിക്കും. ഇത് പാസ്റ്റർമാർക്കോ പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ ഒരു ദൈവസഭയ്ക്കകത്തുള്ള ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ല. നിങ്ങളുടെ അകത്തുള്ള സ്പിരിറ്റിന് ഇത് കാണാം. ആ സ്പിരിറ്റിന് കാണാനുള്ള കഴിവുണ്ട്. നിങ്ങൾ അവനെ ട്രെയിൻ ചെയ്യാൻ, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും ട്രെയിൻ ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ തലത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ എൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് അത് അടുത്ത സെക്ഷൻ എടുക്കാൻ നോക്കാം. ഇപ്പൊ ഞാനിത് 7 എണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പം സ്വപ്നം, വിഷൻ വേൾഡ്. 6-ാമത്തത് ഏഞ്ചൽസ്, ദൂതന്മാർ ഇറങ്ങി വരും. ദൂതന്മാർ ഇറങ്ങി വരുന്നവർ ദർശനത്തിൽ വരുന്നതുകൊണ്ട്, ഡയറക്റ്റ് വരുന്നതുകൊണ്ട്. എന്നോട് പറയാം,
ദൂതന്മാർ ഇറങ്ങി വരുമ്പോൾ അവര് ദർശനത്തിൽ വരും. ദർശനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വരുന്നില്ല, നിങ്ങൾ കാണുകയാണ് വന്ന പോലെ. പക്ഷെ ഡയറക്റ്റ് വരും. ഇപ്പൊ കൊർന്നല്യോസിന്റെ വീട്ടിൽ കൊർന്നല്യോസ് ദർശനത്തിൽ കണ്ടു. എന്നാൽ ഏലിയാവ് ദർശനത്തിലല്ല കണ്ടേ. നിങ്ങളുടെ അടുത്ത് ഏലിയാവിന്റെ രാജാക്കന്മാരെ പുസ്തകം എടുത്ത്, 1 രാജാക്കന്മാർ 19:4-5 എടുത്തേ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. ബൈബിൾ നിങ്ങൾ വായിച്ചാൽ അടുത്ത ഭാഗം നല്ലല്ലോ പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഇത് ദർശനമല്ല, ഇത് ഡയറക്റ്റ് ദൂതൻ ഇറങ്ങി നിൽക്കുന്നു. സ്വപ്നത്തിലൂടെ ദൂതന്മാരെ കണ്ടവരുണ്ട്, ഇതിനകത്തുണ്ടല്ലോ. നിങ്ങൾ പല സ്വപ്നത്തിൽ ദൂതന്മാരെ കണ്ടിട്ടില്ലേ? സ്വപ്നത്തിൽ കാണാം, ദർശനത്തിൽ കാണാം. സ്വപ്നം ഉറങ്ങുമ്പോൾ, ദർശനം എഴുന്നേറ്റിരിക്കുമ്പോൾ. സ്വപ്നത്തിൽ കാണുന്നതിന് ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവന് മനസ്സിലാക്കാൻ വേണ്ടി വിഭജിച്ച് പറയുന്നു. 3-ാം സ്റ്റേജ് ഡയറക്റ്റ് ദൂതൻ ഇറങ്ങും. അബ്രഹാമിന്റെ വീട്ടിൽ ഡയറക്റ്റ് ദൂതന്മാർ വന്നില്ലേ? ലോത്തിന്റെ അടുക്കൽ ചെന്ന 2 ദൂതന്മാർ. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന 3 പേരിൽ ഒരാളെ യഹോവയും 2 പേര് ദൂതന്മാരുമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? ഉണ്ടോ എന്റെ കൂടെ? യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് ദൂതനോടല്ലേ മല്ല് പിടിച്ചത്? മോശ പർവ്വതത്തിൽ ദൂതനല്ലേ അവന്റെ അടുക്കൽ ഇറങ്ങി വന്നവർ? ദൂതന്മാർ മുഖാന്തരമല്ലേ മോശയിലേക്ക് ന്യായപ്രമാണം കൈമാറിയത്? ഞാൻ ഇതൊക്കെ ബൈബിളിലെ വാക്യങ്ങളെ പറഞ്ഞ് എല്ലാം എടുത്തു പറയാൻ സമയമില്ലാത്തോണ്ടാ. ഇതൊന്നും ദർശനങ്ങളല്ല, ഡയറക്റ്റ് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്ന 2 ദൂതന്മാർ മിനിമം ഉണ്ട്. നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം ദൂതന്മാരെ കാവലായി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്പിരിറ്റ് കാണുന്ന തലത്തിലേക്ക് വളർന്നാൽ നിങ്ങൾക്ക് ഇവനെ കാണാം. പിണങ്ങിയോ നിങ്ങളെല്ലാം? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ദൂതന്മാരെ ഏഞ്ചലിക് വേൾഡ് എന്തുകൊണ്ട് കാണുന്നില്ല? കുഴപ്പം നിങ്ങൾ ദൂതനെ കണ്ടാൽ ദൂതനെ ആരാധിക്കാത്ത തലത്തിലേക്ക് നിങ്ങൾ എന്ത് വളരും? ദൂതനെ കണ്ടാൽ നിങ്ങൾ എന്ന് ദൂതന്മാരെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് അത് മലയാള മനോരമ പേപ്പറിൽ കൊടുക്കാത്ത തലത്തിലേക്ക് നിങ്ങൾ വളരും. അങ്ങാനും ഒരു ദൂതനെങ്ങാനും വീട്ടിലെങ്ങാനും ഇറങ്ങി വന്നാൽ അത് ശരിയാലോ ചോദിക്കേ. അപ്പൊ ദൂതൻ നിങ്ങളുടെ ചുറ്റുമുള്ളത്, നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർ, നിങ്ങളെ നടത്തുന്നവർ, നിങ്ങളെ കരുതുന്നവർ, സൂക്ഷിക്കുന്നവർ ദൈവത്തിന്റെ പ്രൊജക്റ്റാണ്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഇതിനകത്ത് എക്സൈറ്റഡ് ആകേണ്ട കാര്യമില്ല. ദൂതൻ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നീ കണ്ടാൽ എപ്പോൾ എക്സൈറ്റഡ് ആകാതിരിക്കും, എപ്പോൾ നീ ആശ്ചര്യപ്പെടാതിരിക്കും, എപ്പോൾ നീ ദൂതനെ വീണ് ആരാധിക്കാതിരിക്കും. ആ തലത്തിലേക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായി നീ വളരുമ്പോൾ നിന്റെ ചുറ്റും നിൽക്കുന്ന ദൂതന്മാരെ കാണാൻ ദൈവം നിന്റെ കണ്ണ് തുറന്നിരിക്കും. നിന്റെ സ്പിരിറ്റിനകത്ത്, നിന്റെ സ്പിരിറ്റിനെ ഇത് കാണാനുള്ള ശക്തിയുണ്ട്. ചില പറയുന്നത് ഒരു ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും. നീ ദൂതനെ കാണാൻ പോകുന്നില്ല. ദൂതൻ ഇറങ്ങി വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ദൈവം ദൂതനെ പറഞ്ഞയക്കണമെങ്കിൽ ദൈവത്തിന് ദൂതനെ അയച്ചാൽ പോരായിരുന്നോ? എമ്മിനെ കർത്താവ് ഒന്ന് മരിച്ചേ? എമ്മിനാ സുവിശേഷകരെ വെച്ചേ? എമ്മിനാണ് സുവിശേഷ പ്രസംഗകരെ വെച്ചേ? അപ്പൊ ദൂതനെ പറഞ്ഞയച്ചിട്ടല്ല ദൈവം സുവിശേഷ ഘോഷണം നടത്തുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഏഞ്ചലിക് വേൾഡ് എന്തിനാ? ഏഞ്ചലിക് വേൾഡിന്റെ പ്രത്യേകത അവർ ദൈവത്തിന്റെ ദൂതുവാഹകരാണ്. നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു ഘട്ടത്തിൽ വന്നാൽ സ്വർഗത്തിൽ നിന്ന് ഹെവൻലി ഫുഡുമായി, നീ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കിടക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അടയും വെള്ളവുമായി ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കും. നിന്റെ പ്രൊട്ടക്ഷന്, നിന്റെ കരുതലിന്,
നിന്റെ വളർച്ചയ്ക്ക് ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കും. ദൂതന്മാർ രക്ഷ പ്രാപിക്കാൻ ഉള്ളവരുടെ സേവകാത്മാക്കളാണ്. പറഞ്ഞ പദം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് ജോലിയുള്ളവർ വീട്ടിലെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ സഹോദരിമാരെ നിങ്ങൾ ജോലിക്ക് വെക്കാറില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പൊ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവര്, നിങ്ങളുടെ വീട്ടിലെ പണികൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റാതാകുമ്പോൾ, തിരക്ക് കൂടുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ജോലികളായിരിക്കുന്നവർ നിങ്ങളുടെ ഭവനങ്ങളിലകത്തുള്ള വീട്ടുജോലികൾ ചെയ്യാനായിട്ട് വീട്ടുജോലിക്കാരെ വെക്കാറില്ലേ? നല്ല വെളുത്ത സഹോദരി ആയതുകൊണ്ട് നിങ്ങൾ ആ സഹോദരി വരുമ്പോൾ അയ്യോ തോന്നു പറഞ്ഞ് കാലക്കരുത്ത് വീഴുവോ? ഇല്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വെച്ചിരിക്കുന്ന സഹോദരിക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരും അവരുടെ മുമ്പിൽ കുമ്പിടാറില്ല. അവര് വരുമ്പോ അയ്യോ ഇന്ന് രാവിലെ വന്നോ സ്വത്രം എന്ന് പറയാറില്ലല്ലോ. അവര് വന്ന് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനൊരു ബോധത്തിലേക്ക് വാ. ദൈവത്തിന്റെ ദൂതന്മാരുടെ ശുശ്രൂഷനെ കൊണ്ട് ഒന്ന് നിന്യവ് അവർ ശുശ്രൂഷിക്കുന്നവരാണ്. സന്ധ്യ സിസ്റ്ററിനകത്തുണ്ടായിരുന്നോ? റോസ് ചേച്ചിയുടെ മകളല്ലേ ഇത്? അതേലോ, സ്വത്രം. അവരുടെ വീട്ടിൽ പറഞ്ഞ അത്ഭുതം കേൾക്കണോ? ആ കൊച്ചിന്, അവന്റെ മോന് കൊറോണയായിരുന്നു. സന്ധ്യ സിസ്റ്റർ വീട്ടിലെ കൊച്ച് എല്ലാവരോടും അടുത്തിടപെടും. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയുണ്ട്. പക്ഷെ ഒരു പ്രയാസം ഇതുവരെ ഉണ്ടാകാതെ ദൈവം കാത്തു. ആ പ്രശ്നമേ വീട്ടിലില്ല. ഒരാമ്യം പറഞ്ഞ കർത്താവിന്. അങ്ങനെ ഒരു പ്രയാസമില്ലാത്ത പോലെ കർത്താവ്, ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചിരുന്നു, ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. ദൈവമക്കളെ, ഇതല്ലേ അപ്പുറത്തിപ്പുറത്തും വന്ന് നടന്നുകൊണ്ടിരിക്കുന്നേ. പരിശുദ്ധാത്മാവ് നമ്മളെ കരുതുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കുന്നവനാണ്. പോട്ടെ, ഞാൻ എവിടെ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ സിസ്റ്റർ ആമയെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സന്ധ്യ എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിനകത്ത് അവരുടെ വീട്ടില് എനിക്കൊരു വിഷമമുള്ള കാര്യം, അവരെ അമ്മച്ചി, റോസ്ലി അമ്മച്ചി പ്രായമുള്ളതാണ്, അവരെ അപ്പച്ചൻ പ്രായമുള്ളതാണ്, ശാരീരികമായി ക്ഷീണമുള്ള അപ്പച്ചനാണ്. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പാസ്റ്റർ ഒരു കുഴപ്പമില്ല, സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, കൊറോണയുള്ള വീട്ടിൽ ഒരു കുഴപ്പമില്ല, സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞ്. എന്തോ സന്തോഷം! എവിടെ നിന്ന് കിട്ടും ഇങ്ങനെ വിശ്വാസികളെ? സ്തോത്രം. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു പാസ്റ്റർക്ക് വേണ്ടി വല്ല ഇങ്ങോട്ട് കൊണ്ടുത്തരാന്ന്. അപ്പൊ അങ്ങനെ ആ പരുവത്തിൽ അവരോട് നിൽക്കുന്നത്. ഞാൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പപ്പയ്ക്ക് ജോലിയില്ല, മമ്മി ജോലിയില്ല, സിസ്റ്റർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ സിസ്റ്റർ ചോദിച്ചു. പാസ്റ്റർക്ക് എന്താ? അപ്പം അങ്ങനെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ബലപ്പെടുത്തുകയും നിലനിർത്തി. ഇതാ മക്കളെ സാക്ഷ്യം. ഒരു അമ്മയും പറഞ്ഞു കർത്താവിന് കരഞ്ഞ് പൊളിച്ച് നിലവിളിച്ച് ആകെ കൂടെ തിക്കും തിരക്കും ഉണ്ടാക്കി ഞാനും ചാവും നിങ്ങളെയും കൊല്ലും എന്ന് പറയുന്ന അല്ല ക്രിസ്തീയത. പ്രതികൂലത്തിന്റെ മടുവിൽ ആരുമില്ലെങ്കിലും ആർക്കും തിരിഞ്ഞു നോക്കാൻ പറ്റില്ലെങ്കിലോ അതിന്റെ മടുവിൽ ക്രിസ്തുവിലെ ഉറപ്പോടെ നിൽക്കാൻ ദൈവം തന്റെ മക്കളെ വളർത്തുന്ന കൃപയോർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ദൂതന്മാർ ഏഞ്ചലിക് മിനിസ്ട്രിയുടെ പ്രത്യേകത, ഏഞ്ചൽസ് നമുക്ക് വേണ്ടി ഇപ്പോൾ നമ്മളെ ശുശ്രൂഷിക്കുന്നുണ്ട്. സമയം ഓടിപ്പോയില്ലേ? സാരല്ല, ഇപ്പൊ നിർത്താവേ. ഇതുകൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലോസ് ഇവിടെ നമുക്ക് വൈകിട്ട് നമുക്ക് ഇന്ന് രാത്രി കൂടെ ചിലപ്പോൾ ഞാൻ ഉണ്ടാവുകയുള്ളേ. ഇപ്പം അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, നിങ്ങളെ ദൈവം കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം, ഇല്ല ഞാൻ അത് നിർത്തുവേ. നമുക്ക് വീണ്ടും എബ്രായ ലേഖനത്തിലേക്ക് പോകും. കാണിക്കുന്നില്ലാത്ത കാര്യം പിന്നെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കണേ? ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല, പിന്നെ സംസാരിക്കുന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ഒരു ക്ലാസ് എടുത്താൽ അത് നടക്കണം, ഒരാളുടെ അകത്തെങ്കിലും നടക്കണം. ബാക്കി കുഴപ്പമില്ല, ബാക്കി 39 വരെ ഇത് കേൾക്കട്ടെ. ഒരാളോടെങ്കിലും ദൈവം ഇതുവരെ സംസാരിക്കാത്ത പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കണം. നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇല്ലേ, അത് അടച്ചു വെച്ച് അടുത്ത് പഠിക്കാം. അപ്പൊ അല്ലാണ്ട് ഒരു വിഷയം എടുത്ത് തീർത്തോളം നിർബന്ധമൊന്നുമില്ല. അപ്പൊ എന്റെ അകത്ത് ഇപ്പോൾ ഇത് നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് നിങ്ങളുടെ സ്പിരിറ്റിൽ അങ്ങനെ വളർത്തുമെന്നും, നിങ്ങൾ ദർശനങ്ങൾ കാണാൻ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഫെയ്ത്തിനെ, നിങ്ങളുടെ സ്പിരിറ്റിനെ ദൈവാത്മാവിന് വളർത്താൻ ആഗ്രഹമുണ്ടെന്നും നിങ്ങൾ അങ്ങനെ വളരുമെന്നും എന്റെ അകത്തൊരു സ്പർശനം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ദൂതന്മാരുടെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് രാത്രി കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വളർച്ചയെ കുറിച്ച് അതൊക്കെ ഞാൻ എന്റെ നോട്ടൊക്കെ എഴുതി വെച്ചേക്കണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് ഇപ്പൊ കിടക്കാൻ നേരമില്ല. നമ്മൾ ഇതും കൂടെ പറഞ്ഞ് ഇപ്പൊ നിർത്താം, രാത്രി നമുക്ക് അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ദൂതന്മാർ. ഒന്നാമത് ഈ ഞാനൊക്കെ പണ്ട് ബൈബിൾ അമ്മ പറഞ്ഞു കേട്ടില്ല, 198 വാക്യം രക്ഷയെ കുറിച്ച് വായിച്ചപ്പോഴും ബൈബിളിൽ വാക്യമൊക്കെ പഠിക്കുന്നുണ്ടെന്നല്ലാണ്ട് ദൂതനൊന്നും എന്റെ അടുക്ക് വരിക. നന്നായി, എനിക്ക് ദൂതനുണ്ടെന്നു, പിന്നെ പണിയൊന്നുമില്ല, ആർക്കും വേണ്ടാത്ത എന്നെ തേടി ദൂതന്മാർ വരിക. ഈ വക ചിന്തയൊക്കെ അത് എന്റെ അകത്തുണ്ടായിരുന്നു. മക്കളെ, നിങ്ങളുടെ ചിന്ത മാറ്റണം കേട്ടോ. നിങ്ങൾക്ക് മിനിമം 2 ദൂതന്മാർ ഇപ്പൊ ഉണ്ട്.
ഇനി നിങ്ങൾ ദൈവത്താൽ നിങ്ങൾ വളരുന്ന ശുശ്രൂഷ തലത്തിലേക്ക് വളരുമ്പോൾ നിങ്ങളെ ശുശ്രൂഷയിൽ സഹായിക്കാൻ ദൂതന്മാർ വരും. ദൈവത്തിന്റെ സന്ദേശത്തോടെ വരുന്ന ദൂതന്മാരുണ്ട്, ഹീലിംഗിനായി വരുന്ന ദൂതന്മാരുണ്ട്. ദൂതന്മാരുടെ പ്രസൻസ് വരുമ്പോൾ നിങ്ങൾക്കത് സ്മെല്ല് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മകൾ തടുത്തു വെച്ചവനെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ദൈവം അയക്കുന്ന ദൂതന്മാരുണ്ട്. അപ്പൊ ദൂതന്മാരുടെ മിനിസ്ട്രി ബൈബിളിൽ ഭയങ്കരമാണ്. ഏഞ്ചലിക് മിനിസ്ട്രി എന്നൊരു ഭാഗം തന്നെ ബൈബിളുണ്ട്. അത് കണ്ടമാനം കാര്യങ്ങൾ എന്ത് പഠിക്കാനുണ്ട്. പക്ഷെ ഇത് നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ തയ്യാറല്ല. നമുക്കിപ്പോ കൊറോണ പിടിക്കാതെ വല്ല മാർഗമുണ്ട് പാസ്റ്റേ, അടുത്ത ആഴ്ചക്ക് എന്താ പറയുക, ജോലിക്ക് പോകാൻ വല്ല മാർഗമുണ്ട്? ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. എനിക്ക് ആത്മാവിൽ വളരണം, എനിക്ക് ദൈവത്താൽ വളരണം, എനിക്ക് ദൈവരാജ്യം സംബന്ധിച്ച് പ്രയോജനപ്പെടണം. അങ്ങനത്തെ ഒരു 5 എണ്ണം ഉണ്ടെങ്കിൽ ആ 5 എണ്ണത്തെ വെച്ച് ക്ലാസ് എടുത്താൽ അവരിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ തുറക്കുന്നത് ഞാൻ കാണിച്ചു വരാം. ഞാൻ വെല്ലുവിളിക്കുന്നതല്ല, അത് എന്റെ ദൈവാത്മാവുള്ള എന്റെ ധൈര്യമാണ്. ഏഞ്ചലിക് മിനിസ്ട്രിയെ കുറിച്ച് ഒന്നും അറിയാത്ത, ദൂതന്മാർ ഇറങ്ങി വരുമെന്ന് ഒന്നും അറിയാത്ത, ബൈബിൾ അങ്ങനെ ഭാഗമുണ്ടെന്ന് അറിയാത്ത, ഒരു പ്രസംഗം കേട്ടിട്ടില്ലാത്ത, 1998 ആത്മഭാരത്തോടെ ഈ ജില്ലയിൽ ഒരു സഭ എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്റെ മുറിക്കകത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതനിറങ്ങി എന്റെ പുറത്ത് തട്ടി എന്നെ വിളിച്ച് സംസാരിച്ച അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഉറപ്പോടെ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത് ഞാൻ പറഞ്ഞു, ഒന്നാമത് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ അകത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം വേണം. നിങ്ങൾക്ക് ആള് കളിക്കാനായിട്ടും, നിങ്ങൾക്ക് സ്റ്റേജ് കിട്ടാനായിട്ടും, നിങ്ങൾക്ക് പണം കിട്ടാനായിട്ടും, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും അങ്ങനെ ഇല്ല, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കാരണം, നിങ്ങൾ ശുശ്രൂഷകന്മാരായാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇവിടെ വെച്ച് വേണം പിടിച്ചു പോകാൻ. നമ്മളെ ദൈവം ശുശ്രൂഷകരാക്കുന്നത് പേരുണ്ടാക്കാനല്ല, പേരുണ്ടാകും. നമ്മളെ ദൈവം ശുശ്രൂഷകന്മാരാക്കുന്നത് പണം ഉണ്ടാക്കാനല്ല, പണം ഉണ്ടാകും. പണം ഉണ്ടായേ പറ്റൂ. പണമില്ലാതെ എങ്ങനെ കാര്യം നടക്കുന്നത്? പക്ഷെ ശുശ്രൂഷ പണം ഉണ്ടാക്കാനല്ല. അപ്പൊ നമ്മുടെ അകത്ത് ഈ അടിത്തറ വന്നാൽ കടത്തിന്റെ കിടക്കണമെന്ന് കടപ്പിന്റെ കിടക്കും, കൊട്ടാരത്തിൽ കിടക്കണമെന്ന് കൊട്ടാരത്തിൽ കിടക്കും, കാളവണ്ടി യാത്ര ചെയ്യണമെന്ന് കാളവണ്ടി യാത്രയും, ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ ഫ്ലൈറ്റിൽ കയറും. ക്രിസ്തു നിമിത്തം എന്തുമാകുവാൻ തയ്യാറുള്ള ഒരു കൂട്ടത്തിലാണ് സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകാൻ തുടങ്ങുന്നത്. ഇത് സമൃദ്ധിയുടെ മാർഗമല്ല, പക്ഷെ സമൃദ്ധിയുടെ അങ്ങേറ്റം ഉണ്ട്. ആമേൻ പറയാൻ പറ്റും. പിണക്കോ ഇല്ലെങ്കിൽ ആമേൻ പറഞ്ഞു, പിണക്കോ ഇല്ലെങ്കിൽ ആമേൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക, നിങ്ങളുടെ സമർപ്പണത്തെ ഒന്നും കൂടെ ആഴമുള്ളവാക്കാൻ നിങ്ങളെ ഒന്നും കൂടെ ട്യൂൺ ചെയ്തെടുക്കുക. കാരണം നിങ്ങളുടെ ലക്ഷ്യം മാറണം, കാഴ്ചപ്പാട് മാറണം, ഒരു ക്ലിയർ വിഷനിലേക്ക് നിങ്ങൾ വരണം. എങ്കിൽ പരിശുദ്ധാത്മ നിങ്ങളുടെ അകത്ത് ആഴമായി ചലിക്കാൻ തുടങ്ങും. അപ്പോൾ ദൂതന്മാർ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ, ഉൽപ്പത്തി മുതൽ പഠിച്ചു വന്നാൽ ദൂതന്മാരുടെ മിനിസ്ട്രി കാണാം. ഇനി അന്ത്യകാല ഉണർവിൽ ഏറ്റവും കൂടുതൽ ശക്തിയോടെ വെളിപ്പെടാൻ പോകുന്ന ഒരു തലം ഏഞ്ചലിക് മിനിസ്ട്രിയാണ്. ദൂതഗണങ്ങൾ ഗണമായിട്ട് ഇറങ്ങും, സൈന്യമായിട്ട് ദൂതന്മാർ ഇറങ്ങും. എല്ലാവിധ ടൈപ്പ് ദൂതന്മാർ ഇറങ്ങും. സൗഖ്യമാക്കുന്നവരിറങ്ങും, ദൂത് പറയുന്നവരിറങ്ങും, യുദ്ധം ചെയ്യുന്നവരിറങ്ങും. ഈ പത്രോസ് കാരാഗത്തിൽ കിടന്നപ്പം പത്രോസിനെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ദൂതൻ ദർശനത്തിലല്ല വന്ന കേട്ടോ, ഡയറക്റ്റ് ഇറങ്ങി വന്നു. ഈ ദൂതൻ ഇറങ്ങി വന്നുള്ള പ്രത്യേകം എന്തറിയോ? ഈ ഹേരോദാവിന്റെ കയ്യിലാണ്, ഈ രാജാവിന്റെ കയ്യിലാണ് ഈ എന്താ പറയാ, ഈ കാരാഗ്രഹം പൂട്ടിയതിന്റെ താക്കോൽ. ദൂതൻ വന്ന ദൂതന് താക്കോൽ വേണ്ട. ദൂതൻ വന്ന് വാതിലുകൾ വന്ന് സ്വയമേവ തുറന്നു. കണ്ടോ, ഏത് അടച്ചിട്ടതിനെയും തുറക്കുന്നതാണ് ദൂതൻ. അവൻ വരുന്നത് ഹെവൻലി അതോറിറ്റിയോടുകൂടിയാണ്. കണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കില്ല, എന്റെ ഭർത്താവിനെ അടച്ചു വെച്ചേക്കുക, ഭാര്യനെ അടച്ചു വെച്ചേക്കുക, ഇതാണല്ലോ അകത്തുള്ളത് മൊത്തം. ഒന്നും കൂടെ വളർന്നവർ എന്റെ ചർച്ചിൽ അടച്ചു വെച്ചേക്കുക, എന്റെ പട്ടണത്തെ അടച്ചു വെച്ചേക്കുക, രാജ്യത്തെ എന്നെ അടച്ചു വെച്ചാലും പിശാചേ, ഹെരോദാവേ, ഒരു ദൂതൻ ഇറങ്ങിയ
നിന്റെ ചങ്ങല മൊത്തം അഴിയും. ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറ, ഒരു ദൂതൻ ഇറങ്ങിയ ചങ്ങലക്കിട്ട് നീ പൂട്ടിയിരിക്കുന്ന താക്കോല് അത് ട്രിപ്പിൾ പൂട്ടാണെങ്കിലും, ഈ ട്രിപ്പിൾ പൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പൂട്ടുന്ന എനിക്കറിയാം, ട്രിപ്പിൾ ലോക്ക്ഡൌൺ കേട്ട് അറിയാതെ വന്ന പദമാണ് അത്. നീ ട്രിപ്പിൾ പൂട്ടിട്ട് പൂട്ടിയാലും ദൂതൻ ഇറങ്ങിയാൽ ദൂതന്റെ വരവിൽ ചങ്ങല സ്വയമേവ അഴിയും. ഇപ്പൊ ഞാനാണ് പത്രോസിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ അവിടെ ചെന്ന ഉടൻ തന്നെ ഞാൻ നോക്കിയപ്പോൾ ചങ്ങലിട്ട് പൂട്ടി വെച്ചേക്കുക. അപ്പൊ ദൈവം എനിക്കൊരു പ്രത്യേക കഴിവ് തന്നു, ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ. ഞാൻ ഉടൻ തന്നെ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിക്കുക, അന്വേഷിക്കുക, ഇത് ആരാ പൂട്ടി വെച്ചിരിക്കുന്നത്, താക്കോൽ എവിടെ? അപ്പൊ മനസ്സിലായി കമാൻഡോസിന്റെ കയ്യിലാന്ന് മനസ്സിലായി. അവർ കിടന്ന് ഉറങ്ങുന്ന നേരത്ത് അവരെ ഒന്ന് പോയി അത് പിടിച്ചു വാങ്ങി ആ താക്കോൽ കൊണ്ടുവന്നാണ് എനിക്ക് തുറക്കാം. ദൂതൻ അത് വേണ്ട, ദൂതൻ അത് ഡയറക്റ്റ് തുറക്കും. ഒന്ന് ആമയം പറഞ്ഞു, ദൂതനവ ഡയറക്റ്റ് തുറക്കും. ഈ ദൂതന്മാരുടെ മിനിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഫെയ്ത്ത് അകത്തുനിന്ന് ദൈവത്തിന് നന്ദി പറ. എത്ര അടഞ്ഞിരിക്കുന്നവനെ ഒരു സെക്കൻഡ് കൊണ്ട് തുറക്കാൻ വിശ്വസിക്കാൻ കഴിയാത്ത സൂപ്പർ നാച്ചുറൽ തലം ഓപ്പണായി വരുമെന്ന്. ഹല്ലേലൂയ. എനിക്ക് ബൈബിളിൽ വായിച്ചിട്ട് മനസ്സിലാകാത്തൊരു ഏരിയയാണ് ഈ അപ്പോസ്തലർ 16-ാം അധ്യായം ഫിലിപ്പിയിലെ കാരാഗ്രഹം. പൗലോസും ശീലാസും കൂടെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. കൈകൾ കിടക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്റെ ചോദ്യം, എങ്ങനെയാ കയ്യെ കിടക്കുന്ന ചങ്ങല ഭൂകമ്പം ഉണ്ടാകുമ്പോ കഴിയുന്നേ? ഒരു വളയിട്ട് ഊരാൻ പറ്റില്ലല്ലോ. ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോ സഹോദരിമാരെ വള മൊത്തം ഊരിപ്പോയി നിങ്ങൾ ഏതെങ്കിലും മാറ്റി വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭൂകമ്പം ഉണ്ടായ ഭൂമി കിടന്ന് ഇളകും, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴാം. പക്ഷെ വള ഊരിപ്പോയി, വാച്ചൂരിപ്പോയി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരും മിണ്ടുകയില്ല. ആകെ 10 പേരെ ഓപ്പൺ ചെയ്തിരിക്കുന്നു, നിങ്ങൾ മിണ്ടില്ലേ? മക്കളെ, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഭൂകമ്പം ഉണ്ടായപ്പോ വള ഊരിപ്പോയെന്നും ഭൂകമ്പം ഉണ്ടായപ്പോ വാച്ചൂരിപ്പോയി ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ എന്താ മടന്നത്? അവിടെ മടന്നത് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ദൈവം തന്ന വെളിപ്പാടൊന്നും അല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെയെല്ലാം അഴിച്ചു കളയാൻ അധികാരമുള്ള ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ അത് 10-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, 12-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, ദൂതൻ ഇറങ്ങിയാൽ സ്വയമേവ വാതിലുകൾ തുറക്കും. ദൂതൻ ഇറങ്ങിയാൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. വിശ്വസിക്ക്, നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ വിസിറ്റേഷൻ നടന്നാൽ, ദൈവത്തിന്റെ ദൂതന്മാരുടെ പാട്ടുകൾ, ദൈവത്തിന്റെ ദൂതന്മാരുടെ വിസിറ്റേഷൻ നടന്നാൽ, അടച്ചു വെച്ചത് പരിശുദ്ധാത്മാവ് ദൂതന്മാരുടെ മിനിസ്ട്രിയാൽ തുറന്നിരിക്കും. അത് സാമ്പത്തിക മണ്ഡലത്തിൽ നടക്കും, അത് ശാരീരിക മണ്ഡലത്തിൽ നടക്കും, അത് അക്ഷരിക മണ്ഡലത്തിൽ നടക്കും. ഏത് തലത്തിലൊക്കെയാണ് പിശാച് കെട്ടിവെച്ചത്, കെട്ടുകളെ മുഴുവൻ പൊട്ടിക്കുന്നതാണ് ദൂതന്മാരുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ലിൻഡോ അറിയില്ലേ സ്തോത്രം ഡേവിസ് എന്നറിയോ? ലിൻഡോ അറിയാം. നിങ്ങൾ സ്തോത്രം ഡേവിസ് എടുത്ത് പോയി ചോദിക്കണം. കടം വന്ന് മുടിഞ്ഞ് ഉള്ള വീട് പോലും ജപ്തി ചെയ്യുന്ന ഘട്ടത്തിലെത്തി. ജപ്തി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു മാസം 25,000 രൂപ വേണം പുള്ളിക്ക് പലിശ കൊടുക്കാൻ. അങ്ങനെ തകർന്നു കിടക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ മുട്ടരുന്ന് പ്രാർത്ഥിക്കും. പകല് മൊത്തം ഓട്ടോറിക്ഷ ഓടിക്കും പലിശക്കാർക്ക് പലിശ കൊടുക്കാൻ, വീട്ടിൽ കൊണ്ടുവരാനല്ല. രാത്രി മുഴുവൻ മുട്ടലിരിക്കും. അങ്ങനെ മുട്ടരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ തന്റെ മുട്ടിൽ തഴമ്പ് വന്നു. കൂട്ടുകാർ ചോദിച്ചു, എന്താണ് രാത്രി തെങ്ങി കയറാൻ പോകുന്നുണ്ടോ? ആള് പറഞ്ഞു, രാത്രി ഞാൻ മുകളിലേക്ക് കയറാൻ പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ആശ്വാസം, അത് പറഞ്ഞു നിർത്തി. പക്ഷെ ഒരു ദിവസം രാത്രി മുട്ടലിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന തന്റെ വീട്ടിൽ കേൾക്കാൻ തുടങ്ങി. മലയാളത്തിൽ ദൂതന്മാർ പാടി ആരാധിക്കുന്ന പാട്ട് താൻ കേട്ടു. താൻ ഉടൻ ഓടിപ്പോയി പേപ്പർ എടുത്ത പാട്ട് എഴുതി വെച്ചു. ദൂതന്മാരുടെ വിസിറ്റേഷൻ, ആരാധനയുടെ വിസിറ്റേഷൻ എന്റെ വീട്ടിൽ വന്നു. ഉണ്ടായ അത്ഭുതം, കടമെന്ന് തകർന്ന് നശിച്ച് ഒരു മാർഗമില്ലാതെ കിടന്നിരുന്ന ഡേവിസേട്ടൻ ഒരു ചെറിയ വീട്ടിലകത്ത് കിടന്നിരുന്ന അഞ്ചേരിക്കപ്പുറം മന്ദിരം ഹോളിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കിടന്ന ഡേവിസേട്ടൻ ബാങ്കിനകത്ത് ജപ്തിക്ക് വേണ്ടി ഇരിക്കുന്നവന്റെ പേപ്പർ ദൂതൻ ഇറങ്ങിയപ്പോൾ ബാങ്കിന്റെ മാനേജർ ആരോടും പറയരുതെന്ന് പറഞ്ഞ് മാനേജറുടെ റിസ്കിൽ തന്റെ പട്ടയം എടുത്തു കൊടുക്കുകയാണ് അടുത്ത ബാങ്കിൽ ലോൺ വയ്ക്കാൻ. ലോകത്തിൽ ഒരു മാനേജറും ചെയ്തിട്ടില്ല. ജപ്തിക്ക് വേണ്ടി നിൽക്കുന്ന ബാങ്കിൽ വെച്ചിരിക്കുന്ന പട്ടയമെടുത്ത് ബാങ്ക് മാനേജർ പറയുന്നു, നിന്നെ വിശ്വസിച്ച് തരിക. കണ്ടോ, നിന്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങിയാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ നിന്നിൽ ചിലർ വിശ്വാസം വെക്കാൻ തുടങ്ങും. അത് ഏഞ്ചലിക് വിസിറ്റേഷന്റെ അടയാളമാണ്.
വിശ്വസിക്ക്. നിന്റെ അടഞ്ഞ അടവുകൾ, നിന്റെ മുമ്പിൽ കിടക്കുന്ന തകർച്ചകൾ, സാമ്പത്തികം, ശാരീരികം, മാനസികം, കുടുംബത്തില് തളരരുത്. നിന്റെ പ്രാർത്ഥന മുറി ധൈര്യമുള്ളതാകട്ടെ. ദൈവത്തിൽ വിശ്വസിക്ക്. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. തളരരുത്. ഞാൻ മനസ്സിന്റെ പണി അടുത്ത സെക്ഷനിൽ ദൈവം അനുഭവിച്ച പറയാം. നീ കരയരുത്, നീ നിരാശപ്പെടരുത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ അവനെ മുറുകെ പിടിക്കുക. അവൻ നിനക്ക് വേണ്ടി ചലിക്കും, അവൻ നിനക്ക് വേണ്ടി ചലിക്കും, അവൻ നിനക്ക് വേണ്ടി ചലിക്കും. 6-ാം ഭാഗം, ദൂതന്മാർ ഇറങ്ങി വരും, ദൂതന്മാർ സംസാരിക്കും. ഏഞ്ചലിക് മിനിസ്ട്രി ചെയ്യുന്ന പലരുണ്ട്. പണ്ടൊരിക്കൽ ഒരു സിംബാബ്വേക്കാരൻ വന്നോടെ, അപ്പൂന് ഓർമ്മയുണ്ട് ആളുടെ പേര്? ഒരു സിംബാബ്വേക്കാരൻ എറണാകുളത്ത് വന്നത്, അവന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു സിംബാബ്വേക്കാരൻ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ, മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുക്കൻ, ഓർമ്മയില്ല. അവൻ നമ്മുടെ ഏഞ്ചലിക് മിനിസ്ട്രിയുടെ ഒരു കാര്യം പറഞ്ഞു നിർത്താൻ ഞാൻ ദൈവം തുറക്കാൻ പോകുന്ന കാര്യമാണ്. അവൻ നമ്മുടെ എറണാകുളത്ത് നടന്ന മീറ്റിംഗ് ഞാൻ പങ്കെടുത്തിരുന്ന മീറ്റിംഗിൽ. ആ മീറ്റിങ്ങിനകത്ത് നമ്മുടെ ബാംഗ്ലൂർ ചർച്ചിലെ രവിമണി പാസ്റ്റർ വന്നിരിക്കുക. അപ്പം രവിമണി പാസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ ഏത് വിഷയം സംബന്ധിച്ച പ്രവചിക്കട്ടെ? സാധാരണ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു ദൂത് പറയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ആൾക്കാർ. ആള് ചോദിക്കുകയാണ്, അല്ലല്ല ജോഷു അല്ല, വേറെ ആളാ, ഞാൻ നിന്റെ ഏത് വിഷയം സംബന്ധിച്ച പ്രവചിക്കണ്ടേ? ഉടൻ തന്നെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ആ മീറ്റിങ്ങിനകത്തുണ്ട്. ആ പാസ്റ്റർ പറഞ്ഞു, എന്റെ ചർച്ചിനെ സംബന്ധിച്ച് പ്രവചിക്കണം. ചർച്ചിന്റെ പേര്, ചർച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, മുൻപ് നടന്ന അവസ്ഥ, കടന്നുപോയ അവസ്ഥ. റേനാൻ ബോങ്കി അല്ല, ഒരു കറുത്ത മനുഷ്യൻ, ഒരു കാപ്പിരിക്കാരൻ. അപ്പൊ അത് ഒരു കാര്യം പറയാനേ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇപ്പോ നിന്റെ വീട്ടിൽ നിന്റെ ബെഡ്ഷീറ്റ് കിടക്കുന്ന റൂമിൽ നീ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഇന്ന കളറാണ് ഇപ്പൊ വൈഫ് ഇട്ടിരിക്കുന്നത്, വേണേ വിളിച്ചു ചോദിച്ചോളാൻ പറഞ്ഞു. കണ്ടോ? നമ്മുടെ ആള് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് തോന്നാം. ഏത് വിഷയം സംബന്ധിച്ച് ഞാൻ പറയണമെന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് തോന്നാം. എങ്ങനെയാണിത് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നാം. ആള് പറഞ്ഞു, ഞാനൊരു ചെറുബാലകനായിരിക്കും, എന്റെ വീട്ടിൽ എനിക്ക് ആരുമില്ല, ഭയങ്കര ദരിദ്രമായ കുടുംബം. പക്ഷെ ദൈവത്തിൽ എഡ് ബ്രാൻസൺ ദൈവം എന്നോട് പറഞ്ഞ ഞാൻ ദൈവമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലൊന്നുമില്ല, വീട്ടിലാരുമില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു മലയുടെ മുകളിൽ പോയിരിക്കും. സമയം കിട്ടുമ്പോൾ മുഴുവൻ ഞാൻ എന്റെ മുകളിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുറിയിൽ എന്റെ ആ പ്രാർത്ഥന ഒരു മരത്തിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ദൂതൻ ഇറങ്ങി വന്നു. നമ്മുടെ എഡ്ബ്രാൻസ് പറയുകയാണ്, പിന്നെ ഞാൻ എവിടെ പോയാലും ശക്തമായൊരു വിടുതൽ മിനിസ്ട്രി ചെയ്യേണ്ട സമയത്ത് അപ്പേ ദൂതൻ ഇറങ്ങി വരും. ദൂതനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചോദിച്ചാൽ മറുപടി പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ചിലർ പോയി, അപ്പൊ ഞാൻ നിർത്തുക. അപ്പം ഇങ്ങനെ ഒന്നല്ല മക്കളെ, ഒന്നല്ല ദൂതന്മാർ. ഞാനിത് ഓഡിയോ കട്ട് ചെയ്ത് പറയാം, എന്തിനാ വെറുതെ നമ്മൾ ആൾക്കാർ. ഇന്ന് നടന്ന പ്രാരാധനയിൽ പാസ്റ്റർ അത് പറയല്ല, എന്റെ മുമ്പിൽ വന്ന ഒരാൾ എന്നെ പറഞ്ഞു ഊതി. ആ സമയത്താണ് ഞാൻ തെറിക്കുന്നത്. ഓർക്കുണ്ടോ സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? ഈ കഴിഞ്ഞ കുറച്ച് ഈ ലോക്ക്ഡൌണിൽ പരിശുദ്ധാത്മാവ് ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു ദൂതനുണ്ട്, ഈ ആരാധനയെ ദൂതനുണ്ടെന്ന് പറഞ്ഞു. ഈ ആരാധനയിൽ ദൂതൻ ഇറങ്ങി നിൽക്കുന്നു പറഞ്ഞു. അന്ന് ആരാധനയിൽ ദൂതൻ ഇറങ്ങി. അപ്പൊ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ദൂതൻ ഇറങ്ങുന്ന കാര്യങ്ങൾ? എന്റെ മുറിയിൽ ദൂതൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്. വിശ്വസിക്ക്, ഇന്ന് ഇപ്പോൾ ഇത് ഞാൻ ഏഞ്ചലിക് മിനിസ്ട്രിയുടെ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. വിശ്വസിക്ക്, ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ ശുശ്രൂഷിക്കും. എല്ലാ മുറിയിലും വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ വളർച്ചയിലാണ് സംഭവിക്കുന്നത്. വെളിപ്പെടും, നിങ്ങളുടെ വളർച്ച സംഭവിക്കും. ഏഞ്ചലിക് മിനിസ്ട്രി വെളിപ്പെടും. ഏഞ്ചലിക് മിനിസ്ട്രി വെളിപ്പെടുന്നതോടുകൂടെ
പൈശാചിക കെട്ടുകൾ പൊട്ടിയിരിക്കും. ഒരു സംശയമില്ല. ഇപ്പോൾ അവന്റെ സൈനികൾ വീടുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവന്റെ സൈനികൾ വീടുകളിൽ നടക്കുന്നുണ്ട്. ലിഖാന ദൈരകശസ്കനാദിന. ഇത് കഥയല്ല. ഈ പുസ്തകം സത്യമാണെങ്കിൽ, ഈ പുസ്തകം സത്യമാണെങ്കിൽ, ഈ പുസ്തകത്തിനകത്ത് പറയുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ആ ദൈവം ചലിച്ചിരിക്കും. ആ ദൈവം ചലിച്ചിരിക്കും. നമുക്ക് അതിലേക്ക് വളരാനായിട്ടുള്ള ചില പടികളുണ്ട്. ഇപ്പോൾ പക്ഷെ അതിലേക്ക് ഞാൻ നിൽക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ്, 3-4 മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഒരു ഡെലിവറൻസ് ദൈവാത്മാവ് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വരൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേൽ അങ്ങനെ തലം ദൈവാത്മാവ് തുറക്കട്ടെ. പരിശുദ്ധാത്മാവാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ, നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ എടുക്കുന്ന ആ ചലനങ്ങളാണ് ദൈവരാജ്യം സംബന്ധിച്ചുള്ള ആഴങ്ങൾ നിങ്ങൾ തുറക്കുന്നത്. വിശ്വസിക്കുക. നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് ഉണ്ടാകണം. എന്റെ ദൈവം, ആദ്യം ഒരു കാര്യം പറ, എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നവനാണ്. ഇതിനിടയിൽ ആരോടെങ്കിലും ദൈവം സംസാരിക്കുന്നെങ്കിൽ, ഇതിനിടയിൽ ആരുടെ മുറിയിലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നെങ്കിൽ, ഇതിനിടയിൽ ആരെങ്കിലും മുറിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ ധൈര്യത്തോടെ പറയണം, ദൈവരാജ്യം അത് കേൾക്കട്ടെ, പൈശാചിക സാമ്രാജ്യം അത് കേൾക്കട്ടെ, കിടക്കുന്ന മതത്തിന്റെ പഠനം, അതിന്റെ മതത്തിന്റെ പഠനങ്ങളെ അത് പൊളിക്കട്ടെ. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഒന്ന് പ്രാർത്ഥിച്ചോ. ലിഖാരാബാന ശമനഘടകമന. 1-2 മിനിറ്റുകൾ എല്ലാ അപരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച് ഞാൻ കഴിഞ്ഞ 1-1.5 മണിക്കൂറായിട്ട് നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുകയായിരുന്നു. എലക്കതന ശമനഘടകമന. ഈ അടുത്ത 3-4 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ അപരങ്ങൾ തുറമ, നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. കഴിയുന്നവർ നിശബ്ദരായി നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ള വ്യക്തികളോട് ചോദിക്കുക. അവർ മുഴുവനും അനുഭവിച്ചത് അവരുടെ പ്രാർത്ഥനയിലാണ്, അവരുടെ ആരാധനയിലാണ്. ആഴമായി ദൈവ ഒന്ന് 2 പേർ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് സൂപ്പർനാച്ചുറൽ തലത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവനെ പകരാൻ പ്രാർത്ഥിക്കുകയാണ്. നീ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി നീ പ്രാർത്ഥിച്ച് നിന്റെ കണ്ണിനെ തുറക്കുന്ന, നിന്റെ വിഷൻ വേൾഡിനെ ഓപ്പൺ ആക്കുന്ന ഒരു എൻകൗണ്ടർ നിന്റെ മേൽ സംഭവിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് നിന്നെ കേൾപ്പിച്ചതുപോലെ നിന്റെ ഫെയ്ത്തിനെ എൻലാർജ് ചെയ്ത് ഒരു സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രിക്ക് വേണ്ടി നിന്നെ ഓപ്പൺ ആക്കുന്ന ദൈവത്തിന്റെ കരം ഒരു എൻകൗണ്ടർ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഏലിയാവിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ, കടവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ, പത്രോസിനെ വിടിവിപ്പാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ, കാറ്റും കടലും കാണാതെ, കാറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങളെയോ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ മെഡിറ്ററേനിയൻ കടലിൽ അലഞ്ഞ പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു, നിന്റെ അടുക്കൽ നിൽക്കുന്നു. നിന്റെ മുറിയിൽ ഞാൻ ദൈവ സാന്നിധ്യത്തോടൊപ്പം ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രസൻസ് ഞാൻ കാണുന്നു. കർത്താവേ, ഞാൻ അവന്റെ തലയിൽ കൈവച്ച് ഈ തലമുറയ്ക്ക് ദൈവരാജ്യ മർമ്മങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു അപ്പോസ്തലിക മീസ്റ്റിക്കായി ഞാൻ അവനെ
അഭിഷേകം ചെയ്യുകയാണ്. ആ തലമന്റെ മേൽ ഓപ്പൺ ആകട്ടെ, ആ തലമന്റെ മേൽ ഓപ്പൺ ആകട്ടെ. ഞാൻ ചെറുപ്പക്കാർ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ, അവന്റെ മേലെ തലം ഓപ്പൺ ആക്കണമേ. അവന്റെ വീട്ടിനകത്ത് ആ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഓരോ പശാദ് കെട്ടിയവ ഇന്ന് രാത്രി അഴിയട്ടെ. ഷാറാഖാന ലേദേരേബി അൽകദേക റോബിന ഷാദരേക വൈഷസ് കനാദിന പ്രൗഷസ് ഓ റംദൽ രേഖ റോദിബിനി ഘടകവന. ഇന്ന് നീ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് അങ്ങനെ തലത്തിലേക്ക് നിന്നെ ഉയർത്തട്ടെ, നിന്നെ വളർത്തട്ടെ. രേഖ റബ ഷാറോ ഓ റബബബബ അൽകബന അൽകബന വിടരവ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ മൽപ്പിടുത്തം നടത്തുവാൻ യാക്കോബിന്റെ മേൽ ശക്തി പകർന്നവൻ. സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ഇന്നലകളിൽ കാണിച്ചതിന്റെ മുഴുവൻ നിവർത്തികളുമായി ഇറങ്ങി വരാൻ സമയമായി. ഒരു പകർച്ചയ്ക്ക് വേണ്ടി ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ശരീരങ്ങൾ അനുഭവമാകുന്ന ദൈവ സാന്നിധ്യം. ലിൻസി, നീ പ്രാർത്ഥിച്ചോ. ദൈവിക ജ്ഞാനം പകർന്ന ഒരു രാജ്യത്തെ നയിപ്പാൻ ദൈവ കൃപ പകർന്നതുപോലെ നിന്റെ മേലെ ഡിവൈൻ വിസ്ഡം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓപ്പൺ ചെയ്യുകയാണ്. വിമൽ നീ പ്രാർത്ഥിച്ചോ. ഒന്നുകൂടി ആഴത്തിലേക്ക് ആത്മാവിനെ ഇറക്കും. ഓ ശാന്താറ ദേരകശ അൽക്കമന ശമനഘടകമന അൽക്കദ ശമൽഘടകമന അൽക്കമന ശേരിക ഹദ്ദൽ പ്രൗഢമന. സുമസിസ്റ്റർ, നിങ്ങളുടെ മേൽ കർത്താവ് ആ തലം ഓപ്പണാക്കുക, അതിന്റെ ആഴം ഓപ്പണാക്കുക. നീ അറിഞ്ഞ സാന്നിധ്യം, നീ അറിഞ്ഞ സ്പർശനം, അത് നിന്റെ മുമ്പിൽ ഒരു വ്യക്തിത്വമായി, ഒരു ആഴത്വമായി. അവർ പ്രാർത്ഥിച്ചു, ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹം കുലുങ്ങി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മടുപ്പില്ലാത്തൊരു തലമുറ, മടുക്കാത്തൊരു തലമുറ. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരെയാണ് ആരാധിക്കുന്നത്? വെളിപ്പാടുള്ള തലമുറ. അവിടെയാണ് ദൈവശക്തി ഇറങ്ങുന്നത്, അവിടെയാണ് മഹത്വം ഇറങ്ങുന്നത്, അവിടെയാണ് സാന്നിധ്യം റിലീസ് ആകുന്നത്. ചങ്ങലകൾ അഴിയോ. കോമള സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ വീട്ടിനകത്ത് ചങ്ങലകളെ അഴിക്കുന്നവൻ പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഭവനം ചങ്ങലകൾ വ്യക്തികളുടെ കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റുന്ന ഭവനമായി പരിശുദ്ധാത്മാവിനാൽ രൂപീകരിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ മിറക്കിൾ മിനിസ്ട്രി ഓപ്പൺ ആകട്ടെ. ഇനാഗുറേഷൻ ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ ഓരോ ശമനഘടകമന ഒരു ഹീലിംഗ് ദൈവാത്മാവ് തുറക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോജി ബ്രദർ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽക്കമന അടുത്ത തലത്തിലേക്ക് വേടിന്റെ വ്യവസ്ഥയിൽ, വചനത്തിന്റെ വ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നിന്നെ പണുബ് ഈ തലമുറയിൽ ഇതുപോലെ വചനത്താൽ പണിയപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിത്വങ്ങളെ പോലെ പരിശുദ്ധാത്മാവ് വേടിന്റെ ട്രൂത്തിനാൽ നിന്നെ പണുബ് വിസിറ്റേഷനുകൾ നിന്റെ മുറിയിൽ സംഭവിക്കാൻ. പ്രാർത്ഥിച്ച് ചില മിനിറ്റുകൾ അവരങ്ങളെല്ലാം തുറന്ന് പ്രാർത്ഥിച്ച് നീ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ചിന്താമണ്ഡലങ്ങളുടെ അകത്ത് മാറ്റങ്ങൾ കൽപ്പിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക്, എൻകൗണ്ടറുകളിൽ ആഴത്തിലേക്ക്, അത് സ്വപ്നങ്ങളായി, അത്
ദർശനങ്ങളാൽ പടിപടിയായി നിന്നെ വളർത്തി, പടിപടിയായി നിന്നെ വളർത്തി. ദൈവരാജ്യത്തിന്റെ മഹിമ, ദൈവരാജ്യത്തിന്റെ മഹിമ അത് അറിയാത്തൊരു കൂട്ടത്തിലേക്ക് തുറന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കരം നിന്റെ മേൽ തുറക്കുന്നുണ്ട്. നിന്റെ മുറിക്കകത്ത് ദൈവാത്മാവ് ചെയ്യുന്നുണ്ട്. നിന്റെ സ്പിരിറ്റിനകത്ത് ഇന്നലകളിൽ വെളിപ്പെട്ടിട്ടില്ലാത്തവനേക്കാൾ ആഴത്തിൽ ദൈവാത്മാവ് അത് തുറക്കുന്നു, അത് തുറക്കുന്നു, അത് തുറക്കുന്നു. വിശ്വസിക്കുന്നവൻ ഇന്ന പ്രഭാതത്തിൽ അവന്റെ ചലനം നടക്കും, അവന്റെ ചലനം നടക്കും, അവന്റെ ചലനം നടക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ തലങ്ങൾ ഓപ്പൺ ആകട്ടെ. ലിൻസി സാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയാന, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മുറിയിൽ ആ സാന്നിധ്യം ഇറങ്ങാൻ. ഡയാന, നിനക്ക് പരിശുദ്ധാത്മാവ് ചില സ്പിരിച്വൽ ബന്ധങ്ങൾ നൽകി, ചില സ്പിരിച്വൽ ബന്ധങ്ങൾ നൽകി, ചില അറ്റാച്ച്മെന്റുകൾ നൽകി. പരിശുദ്ധാത്മാവ് നിന്നെ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഞാൻ കാണുന്നു. റോബ ശബ്ദലേഖന അൽക്കമന ഘടകമന വൈശസ് കനകതിരി അൽക്ക പ്രൗഢമന പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നിന്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാലിനി സിസ്റ്ററെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനപ്രകാരം ദൈവാത്മാവിനാൽ പണിയപ്പെടുവാൻ 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 സിസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരം വെളിപ്പെടട്ടെ, ദൈവകരം തുറക്കട്ടെ, ദൈവകരം തുറക്കട്ടെ, ദൈവകരം തുറക്കട്ടെ. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിജുമോൻ ബ്രദർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരി സിസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റേഖ വൈശസ് ജിൻസി, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദെബോര, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജി സിസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോട്ടമിന് അൽക്കമന ഘടകന ചെബിൻ ബ്രദർ, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ഉപയോഗമാത്രമായി ഇതാ നിന്നെ പുതിയതാക്കി മൂർച്ചയേറിയ മെതിവണ്ടിയാക്കി നിന്നെ പുറത്തിറക്കട്ടെ. നിന്റെ വേദനകള് ഭാരങ്ങള് ഉടച്ചു മാറ്റി ആത്മാവിനാൽ ദൈവാത്മാവ് നിന്നെ പണിപെടുക്കട്ടെ. കുമാർ ഷീജ, ആ ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേണിസവന്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കെക്സംബ്രദർ, ഞാൻ നിങ്ങളുടെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണം. അടുത്ത തലങ്ങൾ തുറക്കണം, അടുത്ത തലങ്ങൾ തുറക്കണം, അടുത്ത തലങ്ങൾ തുറന്നു വരണം, അടുത്ത തലങ്ങൾ തുറന്നു വരണം. സിസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ, നിങ്ങളുടെ തലമുറത് വെളിപ്പെട്ടു വരുവാൻ ഈ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹമാകാം. ഓരോ വ്യക്തികൾക്കായി, ഓരോ കുടുംബങ്ങൾക്കായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവനകത്തൊരു 3 നടക്കട്ടെ, ഇവനകത്തൊരു ഏഞ്ചലിക് 3 നടക്കട്ടെ, ഇവനകത്ത് ഇവനകത്ത് ഫെയ്ത്ത് ഉണ്ടാകട്ടെ. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ, ഞങ്ങൾ അവന്റെ ആടുകളാണ്, ഞങ്ങൾ അവന്റെ ആടുകളാണ്. ഡേവിസ് ബ്രദറിൽ പ്രാർത്ഥിക്കുന്നു. അകത്തു വീണ വിശ്വാസത്തിൽ വളരട്ടെ, അകത്തൂടെ ഫെയ്ത്തിൽ വളരട്ടെ. സ്പിരിച്വൽ വേൾഡിനകത്ത് ശക്തിയോടെ ആത്മാവിനാൽ വളർച്ച പ്രാപിപ്പാൻ. രജനി സിസ്റ്റർ, ഞാൻ നിങ്ങളുടെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു. മോളെ ദെബോര, നീ പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കണം. നീ കേട്ടവനപ്പുറമായി ആത്മമണ്ഡലത്തിൽ അനുഭവങ്ങളുണ്ട്. നിന്നിലേക്ക് അവ തുറക്കാൻ ദൈവാത്മാവ് സന്നദ്ധനായി നിൽക്കുന്നു. ജയ സിസ്റ്റർ, ജയ വർഗീസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് സംസാരിപ്പാൻ വഴികളുണ്ട്, അവന് സംസാരിപ്പാൻ മുഖാന്തരങ്ങളുണ്ട്. അവൻ സംസാരിക്കുന്ന ദൈവമാണ്, അവൻ സംസാരിക്കുന്ന ദൈവമാണ്, അവൻ നമ്മോട് ഇടപെടുന്ന ദൈവമാണ്. ഒരു നിമിഷം എല്ലാം കണ്ണുമടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. റോസ്മിൻ, ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവാത്മാവ് ആഴമേറിയ പകർച്ചകൾ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. എല്ലാ കണ്ണുമടച്ച് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച്, നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, നമ്മുടെ ആരാധനയിൽ മാത്രമല്ല, നമ്മുടെ ധ്യാനത്തിലും ദൈവ സാന്നിധ്യം ഇറങ്ങും. ഒരു നിമിഷം എല്ലാ കണ്ണുമടച്ചൊന്ന് പ്രാർത്ഥിച്ച്.
ശംധുരൂപി ഘോഷസ്കനാതിര പ്രൗഢിബിനി ഘടകദനം വൈഷസ്കനാതിരാഭവ പ്രൗഢിബിനി ഘടകദനം ഓഷസ്കനാതിര പ്രൗഢബനഹദലി ഘടകദനാരിക ശസ്കനെ ജൂഡൽ പ്രൗഷിസ്. ഒന്ന് എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിച്ച് ഒന്ന് ധ്യാനിച്ച് മറ്റെല്ലാ ചിന്തകളും മാറ്റി ഒന്ന് ധ്യാനിച്ച്. നിങ്ങൾ ഈ പ്രാർത്ഥന 1 മിനിറ്റ് നേരം പ്രാർത്ഥന ഒന്ന് നിർത്തി ഒന്ന് ധ്യാനിച്ച്. ഇതുവരെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വചനം കേൾക്കുമ്പോൾ സ്തോത്രം പറയാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. 1 നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് ദൈവത്തെ മാത്രം ധ്യാനിച്ച്. ഇങ്ങനെ ധ്യാനിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് കണ്ണുകളടച്ച് ഒന്നും പ്രാർത്ഥിക്കാതെ മനസ്സിനെ നിശബ്ദമാക്കി ജീസസ് എന്ന് മാത്രം ധ്യാനിച്ച് ഒന്ന് കർത്താവിനെ ധ്യാനിച്ച്. ജീസസ് ജീസസ് ജീസസ്. കർത്താവേ, ഇവരുടെ ആത്മാവിന്റെ കണ്ണ് തുറക്കണപ്പാ. യോനയുടെ കണ്ണ് തുറക്കാൻ എലീശ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിരഥങ്ങളെയും അഗ്നിയശ്വങ്ങളെയും കാണാൻ അങ്ങ് അവന്റെ കണ്ണ് തുറന്നല്ലോ. ഇപ്പോൾ ഇതിനകത്ത് സ്വപ്നങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഡിവൈൻ ഡ്രീംസ് കാണാൻ ഇവരുടെ കുടുംബത്തെ, ഇവരുടെ പട്ടണത്തെ, ഇവരുടെ സഭയെ, ഇവരുടെ രാജ്യത്തെ ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നത് കാണാൻ ഇവരെ കണ്ണ് ഇപ്പോൾ ഓപ്പൺ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഇവർ കിടക്കുമ്പോൾ തുറക്കണപ്പാ, തുറക്കണം. എങ്കിലേ ഇവർ ഉറപ്പിക്കപ്പെടൂ, എങ്കിലേ ഇവരുടെ പ്രാർത്ഥന ഒന്നും കൂടെ വളരൂ, എങ്കിലേ ഇവർ ഒന്നും കൂടെ ശക്തന്മാരാകൂ. അങ്ങിവരോട് സംസാരിക്കണം. എന്താണ് അങ്ങിവരെ വിളിച്ചതെന്ന് ഉറപ്പകത്ത് കൊടുക്കണമേ. രഹസ്യങ്ങൾ തുറക്കുന്ന സ്വപ്നങ്ങൾ കാണിക്കണമേ. അതിനപ്പുറം മനസ്സിനെ ശാന്തമാക്കാൻ പഠിച്ചവരുണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ ഒരു ദർശനം കൊടുക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദർശനം. ഞങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല അപ്പ, പക്ഷെ എങ്കിലും നിനക്ക് ഇപ്പോൾ അത് ചെയ്യാൻ സാധ്യമാണല്ലോ. ഓഷസ് എഴുതി കാണിക്കുന്ന, ചരിത്രം അതുപോലെ പൊക്കിയെടുക്കുന്ന ദർശകന്മാർ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ ഇതിനകത്ത് വളരട്ടെ. ഇതിനകത്ത് പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ വിവശതയിലേക്ക് പോയതുപോലെ ഇതിനകത്തേക്ക് വിവശതയുടെ കട്ടിപിടിച്ച മഹത്വം ഇറങ്ങി വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മുറികളിൽ വിവശതകൾ നടക്കട്ടെ. ഹെവൻ വിസിറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. സാക്ഷ്യങ്ങൾ ഉയർന്നു വരട്ടെ. കർത്താവ് അതിനായിട്ട് ഇവരെ വളർത്തണമേ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പു പ്രാർത്ഥിച്ച് ലിൻഡോ ഇപ്പോൾ ആശീർവാദം പറയുന്നതായിരിക്കും. ഇന്ന് രാത്രി നമുക്ക് വൈകിട്ട് 8 മണിക്ക് സെക്ഷൻ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം എങ്ങനെ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും ഇത് കാണാൻ. ഇപ്പൊ നമ്മൾ 7 വിധമാണ് പഠിച്ചത്. രാത്രി നമ്മൾ ഇത് എങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് എന്തുകൊണ്ട് നമ്മളിത് കാണുന്നില്ല, എങ്ങനെ നമുക്കിത് കാണാനായിട്ട് വളരാം, അത് സ്പിരിറ്റ് എങ്ങനെ വളരും, മനസ്സിന് വരുന്ന മാറ്റം, അതിന് 7 തലങ്ങൾ അവനുണ്ട്. നമുക്കിന്ന് രാത്രി അത് ധ്യാനിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ആ പ്രത്യേകം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദിവസവും ഞാൻ പ്രസംഗിക്കുക, 2 സെക്ഷൻ പ്രസംഗിക്കുക. അപ്പൊ ഇത് ദൈവാത്മാവ് തുറക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ചലിക്കണം, ദൈവാത്മാവ് വേട് തുറക്കണം. നിങ്ങളതുകൊണ്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർക്കണം. അല്ലെങ്കിൽ നമുക്ക് മറ്റു മിനിസ്റ്റേഴ്സിനെ വിളിക്കണം. നാളെ പകലും മറ്റന്നാൾ പകലും കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഫ്ലയറുകൾ അയച്ചു കൊടുക്കണം, ആളുകളെ വിളിക്കണം. ആളുകൾ വളരട്ടെ. ആരെങ്കിലും, എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാനുമായിട്ട് പേഴ്സണൽ സംസാരിച്ച് വിഷയങ്ങൾ സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും വിഷൻ വേർഡിലേക്ക് വളരാതിരുന്നിട്ടില്ല. നമ്മുടെ ചർച്ചിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇതിനകത്ത് കാഴ്ചകൾ കാണാത്തവർ വളരെ കുറവാണ്. പിന്നെ വന്നു പോകുന്ന കുറച്ച് പേരുണ്ട്,
കാഴ്ചകൾ കാണാത്ത, ദർശനങ്ങൾ കാണാത്ത ആളുകൾ വളരെ വിരളമാണ് ചർച്ചിനകത്ത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് എന്തോ നീയാണോ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നത്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തോ ഒരു സന്ദേശം കണ്ടിരുന്നു ഞാൻ, എന്തോ ഒരു മെസ്സേജ്. അപ്പു എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ഇട്ടിരുന്നോ? പൊതുവിൽ പറയാവുന്ന മെസ്സേജ് ആണോ? ഓക്കെ, മതി. ഓക്കെ, ഞാൻ എന്തോ ഒരു കണ്ടു കാര്യം, എന്തോ ഒരു വീടുതൽ എന്തോ നടക്കുന്ന കാര്യം അല്ലേ? ഓക്കെ. വേണ്ട, പൊതുവിൽ പറയണ്ട. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് മക്കളെ. ദൈവാത്മാവിന്റെ കരം ഇതിന്റെ അകത്തുണ്ട്. ദൈവാത്മാവ് ചലിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാക്ഷ്യങ്ങൾ നമ്മൾ ഇതിന്റെ പുറകിൽ കേൾക്കും. സാക്ഷ്യങ്ങൾ ഉറപ്പാണ് ഇതിന്റെ പുറകിൽ കേൾക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മീറ്റിംഗ് കഴിഞ്ഞൊന്നും വന്നിട്ട് നിങ്ങൾ പിന്നെ അടുത്ത വഴിക്ക് പോകരുത്. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കും. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം ഈ വേർഡിനകത്ത് ഏതെങ്കിലും നിങ്ങളെ സ്പർശിച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക. ഞാൻ ഇന്ന് 2 മണിക്കൂറോളം നേരം ദൈവത്തിൽ ഇരുന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നിങ്ങൾക്കത് പറ്റും, നിങ്ങൾക്കത് കുറച്ചു നേരമൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇനി വൈകിട്ട് പ്രസംഗിക്കണം, അപ്പൊ അതിനുവേണ്ടി പിന്നെയും ഇരിക്കണം, വചനം വായിക്കാനിരിക്കണം, പ്രാർത്ഥിക്കാനിരിക്കണം. അപ്പൊ എത്ര മണിക്കൂർ ഞാൻ ടൈം എടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരീരത്തിൽ ചെറുതായിട്ടുള്ള ക്ഷീണങ്ങൾ ഇല്ലാതില്ല, പ്രാർത്ഥിക്കണം. ഇപ്പോൾ അപ്പു പ്രാർത്ഥിച്ച് ലിൻഡോ പാഷ ആശീർവാദം പറഞ്ഞ് നിർത്തുന്നതായിരിക്കും. Hallelujah, hallelujah, hallelujah. Lava seki rekli bozutan bonstant bontini laxet bashbus sharakana ka sekeri antania. ഇതാവേ ഒരുമിച്ച് കർത്താവേ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തോട് കർത്താവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഞങ്ങൾ സഭയെ കർത്താവേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വന്നിരിക്കുന്ന ഏവരെയും കർത്താവേ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അടുത്ത അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് കർത്താവേ ഞങ്ങൾ ഇപ്പൊ തന്നെ സ്വർഗ്ഗത്തിലോട്ട് വെച്ചു തരുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഡെലിവറൻസുമായി ബന്ധപ്പെട്ട് കർത്താവേ പുതിയ കണക്ഷനുള്ള യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇപ്പൊ തന്നെ കർത്താവേ പ്രൊക്ലൈം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ വന്നിരിക്കുന്ന ഏവരെയും കർത്താവേ അടുത്ത റലങ്ങളുമായി കർത്താവേ കണക്ട് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾ